ഈ ചവക്കുന്നൊക്കെ നമ്മുടെ ഇതിൽ വരുമോ? മാനുവൽ തോമസ് പിന്നെ എൻ്റെ അടുത്ത് ഇറങ്ങിയപ്പോഴേ ചേട്ടാ 18-ാം തീയതി ഞാൻ മുങ്ങും. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെയായിരിക്കും? ഞാൻ പറയത്തില്ല. ഞാനും എന്നാ മുങ്ങ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാനെവിടെ മുങ്ങാൻ, എനിക്ക് മുങ്ങാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു ഹ്യൂമർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെടുത്താലും എവിടെയോ ഒരു സാധനം യൂട്യൂബിൽ ഇതുമായിട്ട് ലിങ്കുള്ള ഒരു സാധനം കിടക്കും. എങ്ങനെ ഹ്യൂമർ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്? ഒരുപാട് ഹ്യൂമർ സിറ്റുവേഷൻസ് കട്ടായി പോകും. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയാണ്. ചേട്ടാ 1 മിനിറ്റ് കൂടെ പോയിട്ടുണ്ട്, 10 ലക്ഷം പോയി. ഞാൻ തിയേറ്ററിൽ ഞാൻ പോയിട്ട് ഞാൻ ഇരിക്കുമ്പോഴേ ആരും ചിരിക്കുന്നില്ല. ഞാൻ ദൈവം ആരും ചിരിക്കുന്നില്ല. പിന്നെ ഞാൻ കുറച്ചു നേരം കഴിയുമ്പോഴാണ് അതിന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഞാൻ ഇരുന്നില്ല. അപ്പം നമ്മൾ ക്രിസ്മസിന് ഇറക്കായിരുന്ന പടം അവസാനം ഇതും തന്നെ പറഞ്ഞു, ഇത് എപ്പോൾ തീരുമെന്ന് എനിക്കറിഞ്ഞൂടാ, തീരുമ്പോൾ തീരും. അപ്പം ഞങ്ങൾ മാർച്ച് 19 എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ ദുരന്തർ 1 പോലും ഇറങ്ങിയിട്ടില്ല. ഫോറിനർ ലേഡി എന്താ ജസ്റ്റിഫിക്കേഷൻ ചെയ്ത ആലിയ ഭവൻ. അവർക്ക് മലയാള സിനിമയുടെ ഒരു പവർ ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഹോളിവുഡിൽ അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ആരെങ്കിലും വിളിക്കണം. മിമിക്രിയൊക്കെ ചെയ്യും. ഞാൻ ചെയ്യും. ടപ്പ് എന്ന് പറഞ്ഞാൽ അത് എഡിറ്റിൽ നിങ്ങൾ ടപ്പെന്നാക്കിയാൽ മതി. അതിനാണ് സിനിമ പടക്കമായിട്ട് കമ്പയർ ചെയ്യുന്നത്. നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് പാൻ ഇന്ത്യ പോകണമെന്നുള്ള രീതിയിലാണ്. നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോവാം. അതെന്തോ വെടിവെക്കും. കുരുത്തങ്കട്ടവനായിരുന്നു. അതെ ഭയങ്കര 3 വട്ടം അവിടെ നിന്ന് വിളിച്ചോടിയിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കണം, ഒരു ഗോൾ അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഗോൾ അടിക്കാൻ പറ്റും. Not every success story is smooth. Some are built on risk, failure, and fearless decisions. From television to building one of the most impactful production houses in Malayalam cinema. He didn't follow the trend, he created it. The man behind cult films, bold choices, and powerful comebacks. This is Shine with Nalan, and today we have Vijay Babu. വെൽക്കം ടു ഷൈൻ വിത്ത് നാരായൺ. ഒരുപാട് സന്തോഷം കാണാൻ കഴിഞ്ഞതും പരിചയപ്പെടാൻ കഴിഞ്ഞതും എല്ലാം. തകർക്കുകയാണ് ഇൻഡസ്ട്രി, ബോക്സ് ഓഫീസ് ഹിറ്റ് എന്നൊക്കെ പറയുന്നതാണ്. നമ്മളല്ല തകർക്കുന്നത്. ആക്ച്വലി ആടിനെ ഇഷ്ടപ്പെടുന്ന, ആട് ഫ്രാഞ്ചൈസി ഇഷ്ടപ്പെടുന്ന അവർക്കാണ് ഒരു ആഘോഷം, ജനങ്ങൾക്കാണ് ഒരു ആഘോഷം. ആഘോഷം കാണുമ്പോൾ ആഘോഷിക്കുക എന്നാണ്, ആഘോഷിക്കുകയാണ്. ആട് എന്ന് പറയുന്ന ഒരു ആഘോഷമാണ്. ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം യു ഹാവ് കം ടു ദ സെറ്റ് അല്ലേ? അവിടെ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. നമ്മൾ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ജോണർ ഷിഫ്റ്റ് എന്നുള്ള കാര്യം. അതായത് നമ്മൾ ഇറ്റ്സ് വെരി ഈസി ടു ഗോ വിത്ത് ദ ഫ്ലോ. ആട് 1 എന്തായിരുന്നു, 2 എന്തായിരുന്നു, അതേപോലെ തന്നെ അങ്ങോട്ട് പോയാൽ മതി. പക്ഷെ ഒരു ജോണർ ചേഞ്ച്, മാറുന്ന സിനിമയോടൊപ്പം, മാറുന്ന കാലഘട്ടത്തിനോടൊപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുതാവുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സ്ട്രെസ്സിലൂടെ ആണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് മഴ വരുന്നു. മഴ ഇടയ്ക്കല്ല, മഴ പിന്നെയും മഴ. ഈ മഴയ്ക്കൊരു എൻഡില്ലേ എന്നൊക്കെ തോന്നി. എന്തായാലും ഷൂട്ട് 6 മാസമാണ് പ്ലാൻ ചെയ്തത്. ഇതിലുള്ള ഓരോ ആക്ടേഴ്സിനും ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് വേറെ ഉള്ളതാണ്. അവരെപ്പോഴും ഒരു ബാക്കപ്പ് വയ്ക്കും, 1 മാസമൊക്കെ ബാക്കപ്പ് വയ്ക്കും. അത് നമുക്കും അറിയാം. നമ്മളിപ്പം തുടങ്ങി ഒരു 3 മാസം കഴിയുമ്പോഴും നമ്മളൊരു 20%, 25% ആവുള്ളൂ എന്ന് കാണിക്കുമ്പോൾ നമ്മൾ പറയും അടുത്ത് ഇനി നമ്മൾ ഈ 2 കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അതായത് പഴയ കാലം കഴിഞ്ഞ് പുതിയ കാലഘട്ടത്തിലേക്ക് ആളുകൾ എത്തുമ്പോൾ ലുക്ക് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ലുക്ക് ചേഞ്ച് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറിലേക്ക്, 8 വർഷം മുമ്പ് ചെയ്തൊരു കഥാപാത്രമാണല്ലോ, ആ ക്യാരക്ടറിലേക്ക് എത്താനായിട്ട് ആളുകൾക്കൊരു ഇപ്പോൾ ജയസൂര്യയുടെ ഇത് പറയുകയാണെങ്കിൽ ജയസൂര്യ താടി വെച്ചിട്ട് 4 വർഷമായി. അതായത് കത്തനാർക്ക് വേണ്ടി താടി വെച്ചതാണ്. അതിനുശേഷം മുടിയൊക്കെ നീട്ടി വളർത്തിയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് പത്മനാഭരാജാവിൻ്റെ ലുക്കിലേക്ക് പുള്ളിയെ കൊണ്ടുവന്നപ്പോഴും താടി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പാപ്പനിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ മീശയും അതൊക്കെ വരിക എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് എത്താനായിട്ടൊരു ഒരു ക്യാരക്ടർ ചേഞ്ചിലേക്ക് എത്താനായിട്ട് ഒരു സമയമാണ്. അതേപോലെ തന്നെ പലർക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വറീദ് മാപ്പിള എന്ന് പറഞ്ഞ കഥാപാത്രത്തിലാണ്. അതിൻ്റെ കൂടെ പ്രൊഡ്യൂസർ റോളിലും കൂടെ അത്രയും പഴയകാലം ആയിരുന്നു ഏറ്റവും സ്ട്രെസ്ഫുൾ. അത് കഴിഞ്ഞ് പക്കാ ഹ്യൂമറിലേക്ക് വരണം. അപ്പം മറ്റേ വരയൻ മീശ ഒട്ടിക്കലാണത്. അപ്പം അങ്ങനെ ഒരു ചെറിയ ബ്രേക്ക് നമ്മൾ വെച്ചിരുന്നു. അപ്പം നമ്മൾ ആക്ടേഴ്സിനോട് പറയും ഇനി ആ ബ്രേക്ക് ഉണ്ടാവില്ല കേട്ടോ, ആ ബ്രേക്ക് നമ്മൾ ചിലപ്പം
കട്ട് ഷോട്ട് ചെയ്യും. അപ്പം നമുക്ക് ചെയ്യാം, നമുക്ക് തീർക്കാമെന്ന് പറയുമ്പോഴും ഒരു 4 മാസം 5 മാസം ആകുമ്പോഴും 50% ഓഫ് സിനിമയെ തീരുന്നുള്ളൂ. അങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞു ഇതിപ്പം അവസാനം ഇതും തന്നെ പറഞ്ഞു ഇത് എപ്പോൾ തീരുമെന്ന് എനിക്കറിഞ്ഞൂടാ, തീരുമ്പോൾ തീരും. അപ്പം നമ്മൾ ക്രിസ്മസിന് ഇറക്കായിരുന്ന പടമാണ് കഴിഞ്ഞ ക്രിസ്മസ്. അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് ഇറക്കാനായിട്ട് തിയേറ്റേഴ്സൊക്കെ ഏകദേശം ബ്ലോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലിറങ്ങില്ല, എന്തായാലും ഇറങ്ങില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത ഡേറ്റ് നോക്കാം. അടുത്ത ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ് ഈ സിനിമ കാണേണ്ടതുള്ളതുകൊണ്ട് പിന്നെ അടുത്ത ഫെസ്റ്റിവൽ നമുക്ക് ഈദിന് ഇറക്കാം. അങ്ങനെ മാർച്ച് 19 എന്ന് പറയുന്നൊരു ഡേറ്റിലേക്ക് എത്തി. അവിടെ ഈ മഴ കാരണം തന്നെ പല സിനിമകളും മലയാളത്തിൽ ഇപ്പം വളരെ കുറച്ച് സീസണുകളാണ്. ബിക്കോസ് നമ്മളൊരു സിനിമ ഇറക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ എസ്പെഷ്യലി മഴയുടെ കാര്യം എന്തായാലും നോക്കണം. അതിൻ്റെ കൂടെ തന്നെ എക്സാം പീരീഡാണെന്ന് നോക്കണം, ഒരുപാട്. അപ്പോൾ അങ്ങനെ സീസൺ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഒരു സീസൺ, ഈദ് വെക്കേഷൻ സമയം ഒരു സീസൺ, പിന്നൊരു ഓണം, പിന്നൊരു ആ പൂജ ടൈമിലൊരു സീസൺ ഉണ്ട്. അങ്ങനെ കുട്ടികൾക്ക് അവധി ഒക്കെ ഉള്ള സമയത്ത് വേണം ഇങ്ങനെ ഒരു സിനിമ. അപ്പോൾ ഞങ്ങൾ മാർച്ച് 19 എന്ന് തീരുമാനിച്ചപ്പോൾ വരുന്നു ഒരു 10ഓളം സിനിമകൾ. അതിൽ വലിയ പടങ്ങളുണ്ട്. ഇപ്പം ദൃശ്യം പോലുള്ള ഫ്രാഞ്ചൈസികളുണ്ട്, പേട്രിയോട്ട് പോലുള്ള പടങ്ങളുണ്ട്. അങ്ങനെ കുറേ വലിയ പടങ്ങൾ. ദുരന്തർ അത് പിന്നെ അന്യഭാഷ എന്നെങ്കിലും പറയാം. അപ്പം നമ്മൾ 19 ഫിക്സ് ചെയ്തു, നമ്മളങ്ങ് ഫിക്സ് ചെയ്തു. ആ സമയത്ത് നമ്മൾ ഈ അന്യഭാഷാ ചിത്രങ്ങളെക്കുറിച്ച് അത്രയും അങ്ങോട്ട് കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ആൻഡ്രോ ജോസഫ് നമ്മൾ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പം ഞാനും കാവ്യ ഫിലിംസും നമ്മളുടെ ടൈപ്പിൽ നമ്മുടെ അതിലുള്ള റിലേഷൻഷിപ്പിൽ ഒപ്പിട്ടിരിക്കുന്ന സാക്ഷികളിൽ ഒരാളാണ്. അപ്പോൾ ആൻഡ്രോ വിളിച്ചു പറഞ്ഞു, അണ്ണാ അപ്പം ഡേറ്റ് ഫിക്സ് അല്ലേ, നമ്മളിപ്പം പേട്രിയോട്ടിൻ്റെ സമയത്ത് എടുത്ത് ബിക്കോസ് വലിയ പടങ്ങൾ നമുക്കൊന്ന് ഗ്യാപ്പ് ഇട്ട് വയ്ക്കാം. അങ്ങനെ ദൃശ്യം അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുന്നു. അപ്പോൾ ഇനി ഡേറ്റ് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കുമ്പം ദുരന്തർ, നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ ദുരന്തർ 1 പോലും ഇറങ്ങിയിട്ടില്ല. ദുരന്തർ 1 ഇറങ്ങിയിട്ടില്ല. അപ്പം നമ്മളങ്ങനെ ദുരന്തർ 1-നൊരു 2 ഉണ്ടെന്നും ദുരന്തർ ഇങ്ങനെ ഒരു വലിയൊരു ഫിലിം ആവുമെന്നും ഒന്നൊക്കെ നമുക്ക് വലിയ എക്സ്പെക്ടേഷൻ. പെട്ടെന്ന് വരുന്നു മാർച്ച് 19 ദുരന്തർ. അത് കഴിഞ്ഞിട്ട് ടോക്സിക് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നു. അപ്പം നോക്കുമ്പോൾ എന്തുവാ 2 വലിയ അന്യഭാഷാ സിനിമ. ആ 2 സിനിമകൾക്കും ഇവിടെ ഒരു നല്ലൊരു ഓഡിയൻസ് ഉള്ളത് തന്നെയാണ്. ശരി, കുഴപ്പമില്ല, ഒരു മലയാളം പടമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് 2 ആഴ്ച മുമ്പ് ദൃശ്യം. അങ്ങനെ പാക്കായിട്ട് സിനിമകൾ. ശരി, ഇതൊക്കെ നമുക്ക് നോക്കാം, നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞ് തിയേറ്ററുകൾ സംസാരം അങ്ങനെ കാര്യങ്ങൾ തുടങ്ങി. പ്രമോഷൻ. അപ്പോൾ വരുന്നു എലക്ഷൻ വരുന്നു ഏപ്രിൽ മെയ്. എലക്ഷൻ ശരി, എലക്ഷനും നോക്കാം. അങ്ങനെ എലക്ഷൻ എന്നാണെന്നുള്ളതിൻ്റെ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഡേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, എലക്ഷൻ എന്നാ വരുന്നതെന്നുള്ള പ്രശ്നം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു ബോംബ് വന്ന് തല വീഴുന്നത്. ബോംബ് വീണത് മിഡിൽ ഈസ്റ്റിലാണെങ്കിലും അത് ഏറ്റത് ആദ്യത്തെ തലക്കടി കിട്ടിയതിൽ ഒരാളെനിക്ക്. ഇതെന്താണ് ഇതെല്ലാം കൂടെ നമുക്ക് തന്നെ വരുന്നത്. ഇതിനി അങ്ങോട്ട് മാറണം ഇങ്ങോട്ട് എല്ലാം കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില പോയിന്റിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് വെച്ചിട്ടുള്ള ഡിസിഷനാണ്. ആടെന്ന് പറയുന്നത് ഐ പുട്ട് മൈ ലൈഫ് ഇൻ ടു ഇറ്റ്. അപ്പം ഞാൻ മാത്രമല്ല, വേണുചേട്ടനെ പോലൊരു വ്യക്തി കാവ്യ ഫിലിംസിൽ, അദ്ദേഹവും നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു വലിയ സംഖ്യ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധം കൂടെ വരുമ്പോൾ നമ്മുടെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ആടിനെ സംബന്ധിച്ചിട്ട്, ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിട്ട് ഒരു മേജർ മാർക്കറ്റാണ്. ആടിനെ സംബന്ധിച്ചിട്ട് വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ഈ സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ആ റവന്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാനിൽ വരുമ്പോൾ വലിയൊരു. അപ്പം അതിൻ്റെ ചർച്ചകളുമായി ഡിസ്ട്രിബ്യൂഷൻ ടീമുമായിട്ട് നമ്മൾ ചർച്ചകൾ കഴിഞ്ഞിരുന്നു. അതിൻ്റെ എഗ്രിമെൻ്റ് കഴിഞ്ഞിരുന്നു. വലിയൊരു സംഖ്യയാണ് അവർ ഈ സിനിമയെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് MG വെച്ചിരുന്നത്. അപ്പം ഇത് വന്നപ്പോൾ അവർ കൺഫ്യൂസ്ഡായി. ബിക്കോസ് നോമ്പ് കാലത്ത് അവിടെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല, വലിയ സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനി ആളുകൾ തിയേറ്ററിലേക്ക് വരുമോ? അതായത് അവിടെ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഞാൻ വിളിക്കും, എങ്ങനെയുണ്ട് അവിടുത്തെ
ഇവിടെ വലിയ കുഴപ്പമില്ല, വിർ ഓൾ സേഫ്. ഫസ്റ്റ്ലി നമ്മൾ ചോദിക്കുന്ന എല്ലാവരും സേഫ് ആണെന്നാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ വർഷങ്ങളോളം ജീവിച്ച സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കൺസേൺ വേറെ. ഒരു സൈഡിൽ കൂടെ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചിട്ട് ഓക്കെ, ആദ്യം നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ ആളുകൾ പുറത്തിറങ്ങുന്നുണ്ടോ, അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടെ നോക്കണം. അപ്പോൾ ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ഒരു ഈ 19 ഒരു 7-ാം തീയതി 4-ാം തീയതി 5-ാം തീയതി ഒക്കെ ആയപ്പോൾ ഇതിൻ്റെ കൂടെ ഇറങ്ങാനിരുന്ന ടോക്സിക് എന്ന് പറയുന്ന പടം ഒരു കത്ത് എഴുതി വെച്ചിട്ട് അങ്ങ് പോയി, മിഡിൽ ഈസ്റ്റിൽ വാർ കാരണം. അപ്പം നമ്മൾ വീണ്ടും അവർ അത്യാവശ്യം റിസർച്ച് നടത്തിയിട്ടായിരിക്കുമല്ലോ, അത്യാവശ്യം റിസർച്ച് നടത്താതെ ഒരു വലിയ സിനിമ മാറ്റിവെക്കുന്നു. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം ഞങ്ങൾ മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ഞെട്ടി. അതായത് അവർക്ക് നല്ല അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അവർ മാറ്റിവെച്ചു. അപ്പം എനിക്കറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ അവിടെയുണ്ട്, ആ ടീമിലുണ്ട്, ടോക്സിക്കിൻ്റെ ടീമിൽ. അപ്പോൾ അവർ എന്നെ വിളിക്കും. ഞാൻ അന്ന് ബോംബെയിലുണ്ട്. ഞാൻ എൻ്റെ OTT ഡിസ്കഷനായിട്ട് ബോംബെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത ഹോട്ടലിൽ അവരുണ്ട്. അപ്പം അവരെന്നെ വിളിച്ചു, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, യശും ഞങ്ങളെല്ലാം കൂടി ഞങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ തീരുമാനമെന്ന് ഞാൻ പറഞ്ഞു, ഞാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ച് ഞാൻ പോവാണ്. ഞാൻ എയർപോർട്ടിൽ ഇരിക്കുമ്പോഴാണ് ഈ കത്ത് വരുന്നത്. അവരാന്ന് കത്തിട്ടതെങ്കിലും ഏറ്റവും കൂടുതൽ ഫോർവേഡ് ആ കത്തിൻ്റെ വന്നത് എനിക്കാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടപ്പേന്ന് പല കോർണേഴ്സിൽ നിന്ന് ഇതാ മാറ്റി വെച്ചിട്ടോ, ടോക്സിക് മാറ്റി. അപ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ തീരുമാനം അറിയിക്കാം. ഞാനിപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് ശരിക്കും വലിയ എമൗണ്ടാണ്, ഇതിനി മാറ്റിയിട്ട് എവിടെ കൊണ്ട് വെക്കാൻ. അപ്പോഴത്തേക്ക് ആ ഡേറ്റ് ക്ലാഷ് എൻ്റെ മനസ്സിൽ വരുന്നു. അങ്ങനെ ഞാൻ വേണുചേട്ടനെ വിളിച്ചു. വേണുചേട്ടാ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു. വേണുചേട്ടൻ ദുബായ് ബേസ്ഡാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്, തിരിച്ചു പോകാൻ ഫ്ലൈറ്റ് ഇല്ലാതെ. അപ്പം വേണുചേട്ടൻ അവിടെ ഒന്ന് എത്തിയാൽ, നമ്മുടെ ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ അദ്ദേഹം അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്, ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും തിയേറ്ററിൽ ആര് വരുമോ എന്നുള്ളത് നമുക്ക് അപ്പോഴും അറിയില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ്ലി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് ഒരു ഇരിക്കണം. എന്നിട്ട് അവരുടെ ഒരു ജഡ്ജ്മെൻ്റ് എന്താണ്, ഇത് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും, ആ ജഡ്ജ്മെൻറ്റ് അവരുമായിട്ടിരിക്കണം. അതിനുശേഷം നമുക്ക് ഈ റവന്യൂ വരുമോ എന്നുള്ളപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വിളിക്കുമ്പോൾ അവർ പറയുന്ന ഒന്നും അറിയില്ല, ഞങ്ങൾക്കറിയില്ല, ടേംസ് എന്തായാലും അവർ ആ റിസ്ക് അവർ എടുക്കുമെന്ന് തോന്നുന്നു. നമ്മളെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ജോലിയാണല്ലോ റിസ്ക് എടുക്കൽ. അപ്പോൾ അവർ ആലോചിക്കാം. അതിൻ്റെ കൂടെ തന്നെ എന്നെ നമ്മളാണല്ലോ നോമ്പ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പടം തുടക്കം നമ്മളാണ് 19-ന്. അപ്പം നമ്മുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ അത് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഫസ്റ്റ് അത് റിലീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അപ്പോൾ ആ തീരുമാനം അറിയിക്കണം. അപ്പോൾ ഈ ഫോളോ ചെയ്യാനിരിക്കുന്ന സിനിമകളെല്ലാം ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങാനിരിക്കുന്ന സിനിമ, അത് നമ്മൾ എല്ലാവരും നമ്മുടെ അറിയാവുന്നവരാണ്, സീനിയേഴ്സ് ഓഫ് ദ ഇൻഡസ്ട്രി. അവരെ വിളിച്ചിട്ട് എന്താ തീരുമാനം, എന്താണ് നിങ്ങളുടെ തീരുമാനം അനുസരിച്ചാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഡെഫിനറ്റ്ലി, കാരണം ഇത് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു എന്താണ് ആളുകൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാം. അപ്പം ദ എൻറ്റയർ ഡിസിഷൻ കെയിം ബാക്ക് ടു അസ്, മെയിൻലി മീ ആൻഡ് വേണുചേട്ടൻ. നമ്മൾ ശരി നോക്കാം, ഒരു ഘട്ടത്തിൽ എന്നാൽ മാറ്റിവെച്ചാൽ എങ്ങോട്ട് മാറ്റിവെക്കും, അതിന് അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ, 90th തന്നെ പോവാം. അങ്ങനെ വരുമ്പോൾ പ്രോസ് കോൺസ് എല്ലാം ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്തു. എത്ര റവന്യൂ മിഡിൽ ഈസ്റ്റിന് പോവാം, ഇപ്പോൾ ചാൻസ് ഉണ്ട്, എത്ര റവന്യൂ നമുക്ക് പോകാം, അതെങ്ങനെ നമുക്ക് വിടാം. അപ്പോഴാണ് ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു അവസ്ഥ, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയുടെ, അതായത് തിയേറ്റേഴ്സ് വളരെ മോശം അവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് പ്രസിഡൻറ്റ് രാകേഷ് വിളിക്കുന്നു, ഡിയർ എന്താ നമ്മുടെ പരിപാടി. ഞാൻ പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ നിങ്ങൾ ഇറക്കണം, നമുക്ക് ഇവിടെ വലിയ അവസ്ഥയാണ് തിയേറ്ററിൻ്റെ, നിങ്ങൾക്ക് മറ്റുള്ള റീജിയൻ ഉണ്ടല്ലോ, പിന്നെ ഞാൻ പറഞ്ഞു അണ്ണാ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ല, ഫുൾ സപ്പോർട്ട് ഇവിടെ നിന്ന് നമുക്ക് തരാം. പിന്നെ എന്ത് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തിയേറ്റേഴ്സ്, അങ്ങനെ ഫിയോക്കിൻ്റെ പ്രസിഡൻറ്റ് വിജയകുമാരേട്ടൻ വിളിക്കുന്നു, ലൈനിൽ വരുന്നു, എന്നിട്ട് പറഞ്ഞു നമ്മൾ തിയേറ്റേഴ്സ് നമ്മുടെ കൂടെ നിൽക്കാം, അതായത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹോൾഡ് ഓവർ പാറ്റേൺ പോലും നോക്കാതെ, ഹോൾഡ് ഓവർ എന്നുള്ള വാക്ക് പോലും അപ്പം എനിക്ക് പേടിയുള്ള വാക്ക്. അപ്പോൾ ഹോൾഡ് ഓവർ പാറ്റേൺ നോക്കാമെന്ന് പറഞ്ഞാൽ അയ്യോ ഇത് ഹോൾഡ് ഓവർ ആവും, അതുകൊണ്ട് ആ വാക്കൊന്നും എനിക്കപ്പോൾ ഇഷ്ടമല്ല. എന്നാലും ഇത് 3 ആഴ്ചത്തേക്ക് ഹോൾഡ് ഓവർ ആവല്ലേ എന്ന് പറഞ്ഞു, ഹോൾഡ് ഓവർ പാറ്റേൺ പോലും നോക്കാതെ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ദൈവമേ ഹോൾഡ് ഓവർ ആയി പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻ വരുന്നുണ്ട്. നോക്കാതെ ഞങ്ങൾ 2 ആഴ്ച കളിക്കാം. നമുക്കറിയാം പടം വളരെ മോശമാണെന്നുണ്ടെങ്കിൽ
തിയേറ്റർ ആളില്ലെങ്കിൽ പിന്നെ അടച്ചിട്ട് കയറി. എന്നാലും അവരുടെ ഒരു അവസ്ഥ മനസ്സിലായി. തിയേറ്റേഴ്സ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോവുകയാണ്. അപ്പം ഇതും കൂടെ ഇറങ്ങിയില്ലെങ്കിൽ, ഇപ്പം നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ അടുത്ത് വരാനിരിക്കുന്ന പടങ്ങളും ഇറങ്ങിയല്ല. ഇറങ്ങാതിരിക്കാം. ആട് പോലെ അത്യാവശ്യം ഹൈപ്പുള്ളൊരു സിനിമ ഇറങ്ങിയാലേ കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതിനും ആൾ വന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഫോളോ ചെയ്യുന്ന പടങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞങ്ങളെന്തായാലും സെൻസറിന് കൊടുക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ സെൻസറിന് കൊടുത്തപ്പോഴും അവിടെ ഇപ്പോൾ കുവൈറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ സെൻസർ ഓഫീസ് പോലും തുറക്കുന്നില്ല. അപ്പം അങ്ങനെ വീട്ടിലിരുന്നൊക്കെയാണ് അവിടുത്തെ സെൻസർ ടീം ഇത് കണ്ടിട്ടുള്ളത്. അപ്പോഴും സെൻസറിന് കൊടുക്കുമ്പോഴും നമുക്ക് ഉറപ്പില്ല 19 ഇറങ്ങുമെന്നുള്ളത്. അങ്ങനെ 7-ാം തീയതി, 8-ാം തീയതി, 9-ാം തീയതി, 10-ാം തീയതി ആകുമ്പോഴും നമുക്കിപ്പോൾ 9 ദിവസമുണ്ട്. അങ്ങനെ വേണിച്ചേട്ടന് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി, നേരെ പോകുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വേണിച്ചേട്ടൻ വിളിച്ച് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് അവരുടെ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റിൽ പൂർണ്ണ വിശ്വാസമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. അവർ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ഇവിടെ ആളുകൾ ഇറങ്ങി നടക്കുകയാണ്. മോൾസിലൊക്കെ ആളുണ്ട് എല്ലായിടത്തും. അപ്പം നല്ലൊരു സിനിമ ഇറങ്ങിയാൽ ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പൊട്ടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് എന്നാൽ ആ തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഒരു ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത്. ആ ലെറ്റർ തിയേറ്റർ ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഒരു ന്യൂ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വരികയും നമ്മൾ അത്യാവശ്യം മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങുന്ന ദിവസമൊക്കെ ഞാനിങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും ടെൻഷൻ അടിച്ചൊരു ദിവസമില്ല. എന്ന് വെച്ചാൽ ഒന്ന്, പടം നന്നാവണം, ഇവിടെ നന്നാവണം. 2, മിഡിൽ ഈസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയണം. ഇത് ഒരു റൈറ്റ്സ് പോലും വിൽക്കാനായിട്ടുള്ള സമയം കിട്ടില്ല. നോർമലി എൻ്റെ സിനിമകൾ പ്രീ റിലീസ് സെയില് നല്ല നമുക്ക് നേരത്തെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞിട്ട് ഇതിപ്പം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷന് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. അതായത് ജനുവരി 10-നാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രിവ്യൂ നമ്മൾ ഒരു OTT ചാനലിൽ കൊടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 80% നമ്മൾ അവരെ അപ്പോൾ മോശം പ്രിവ്യൂ, ടെക്നിക്കൽ പ്രിവ്യൂ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഓരോ ഫ്രെയിമിലും CGയും VFX ഓരോ ഫ്രെയിമിലും. അപ്പോൾ CG ഷോട്ടുകൾ ഒരു 12ഓളം സ്റ്റുഡിയോകളിലാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും CG ഷോട്ടുകൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഡമ്മിയാണ് കിടക്കുന്നത്. ടു ബി ഓണസ്റ്റ്, പടം ഇറങ്ങുന്ന 19 ഇതിൻ്റെ ഫുൾ CG അപ്ഡേറ്റ് ആവുന്നത് ഏകദേശം 15-ാം തീയതിയൊക്കെയാണ്. അപ്പോൾ എനിക്കിത് ഒന്നാമത് ഡേറ്റ് ഫൈനലൈസ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചാനലിന് ഡേറ്റ് പറയണം. നമ്മൾ റിലീസ് ഡേറ്റ് പക്ക പറഞ്ഞാൽ മാത്രമേ അവർക്ക് ഈ പടം വേണോ വേണ്ടോ എന്നുള്ളതൊന്നും അറിയാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ഇത് റിലീസ് ചെയ്ത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണല്ലോ OTT വരുന്നത്. ആ സമയത്ത് അവരുടെ ചാനലിൽ എന്താണെന്നുള്ള ഇപ്പം ഡേറ്റ് പക്ക പറയാൻ പറ്റിയിട്ടില്ല. 2, ടെക്നിക്കൽ പ്രിവ്യൂ നമ്മൾ ഹാപ്പി അല്ലാത്തതുകൊണ്ട്, എന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് CG ഒന്നും ഫുൾ വന്നിട്ടില്ല, മ്യൂസിക് ഫുൾ വന്നിട്ടില്ല, അവർ കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഒരു പെർഫെക്റ്റ് സാധനം കാണിക്കണോ. അപ്പോൾ ഞാൻ ഈ റിലീസിന് തന്നെ ഇപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും വലിയൊരു പടം ഒരു പ്രീ റിലീസ് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ ഒരു പരിപാടി അവിടെയും നമുക്ക് അറിയില്ല എന്താണെന്ന്. അങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ബോയിൽ ഡൗൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പോൾ പ്രിവ്യൂ 2-3 വരെ കാണിച്ചെങ്കിലും അത് ഓൾമോസ്റ്റ് ടൈം ഓഫ് ദ റിലീസാണ്. പിന്നെ അവർക്കും ഡിസിഷൻ എടുക്കാൻ ടൈം വേണം. അപ്പോഴും നമ്മൾ ആലോചിച്ചു ഇറക്കണോ വേണ്ടേ, മാറ്റിവെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇറക്കിക്കഴിഞ്ഞ് നമുക്കൊരു ചെറിയ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് വലിയൊരു ക്രൂ ആണ്. അപ്പം നമ്മൾ സാധാരണ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വയ്ക്കുമ്പോൾ കുറച്ച് ആൾക്കാർ വിളിക്കും, അവർ കാണും. പക്ഷേ വലിയ ക്രൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 100-120ഓളം നമുക്ക് ക്രൂ മെമ്പേഴ്സ് തന്നെ ഉണ്ട്. അപ്പം ക്രൂ മെമ്പേഴ്സ് എല്ലാം ഇതിൽ ഒരുപാട് മാസങ്ങൾ നമ്മൾ ഒരുമിച്ചുകൊണ്ട്. സാധാരണ ചിലവർ പറയില്ല ചേട്ടാ ഞാൻ മറ്റേത് വർക്കിൽ കയറി അതുകൊണ്ട് ഇല്ല, ഇതിലെല്ലാവരും വന്നു. അപ്പം ഞാൻ ഈ മിക്സ് ക്രൗഡാണെന്ന്. അപ്പം ഒരു 150ഓളം പേര് നമ്മുടെ ടീമിൽ തന്നെ ഉള്ളവരാണ്. അവരെല്ലാം ഈ സിനിമയുടെ പല ഭാഗങ്ങളും പല രീതിയിൽ കണ്ടിട്ടുള്ളവരാണ്. അപ്പം അപ്പം നമ്മുടെ ടീമാണ്. ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഞാൻ ഇരിക്കുമ്പോഴേ ആരും ചിരിക്കുന്നില്ല. ഞാൻ അപ്പോഴേ അപ്പോൾ എന്താ ചിരിക്കാഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട സാധനം തന്നെയല്ലേ. അപ്പം പബ്ലിക്ക്
ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് ആരും ചിരിക്കുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഇതെല്ലാം നമ്മുടെ ആൾക്കാർ. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ. ഒരു റോങ് തിയേറ്ററിലായി പോയി നമ്മൾ പോയിരുന്നപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് പൾസ് അറിയണമെങ്കിൽ നമ്മൾ സാധാരണ ഒരു തിയേറ്ററിൽ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഞാൻ ഇരുന്നില്ല. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഇതേ കോംപ്ലക്സിൽ വേറൊരു തിയേറ്ററിൽ കയറി. എന്നിട്ട് പതുക്കെ സീറ്റില്ല അവിടെ. ഞാൻ പോയി സ്റ്റെപ്പിലിരുന്ന് അപ്പോൾ അവിടെ കുറച്ച് ബഹളം തുടങ്ങി. ഞാൻ പറഞ്ഞു നമ്മൾ ഇരിക്കാതെ കുറച്ചൊരു സമാധാനമായി. പിന്നെ ഇറങ്ങി വന്ന് കുറേ നേരം നിന്നു. ഒരു ഇൻ്റർവെൽ ആയപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി വന്ന് പതുക്കെ ഫസ്റ്റ് ഹാഫ് റിവ്യൂസ് അപ്പോൾ വരുമല്ലോ, ഫസ്റ്റ് ഹാഫ് റിവ്യൂ. അപ്പോഴും ടെൻഷൻ. കാരണം എനിക്കറിയാം ഫസ്റ്റ് ഹാഫ് ഇത് ഒരു 2 പാർട്ട് സീരീസാണ്. ഓക്കെ, ഈ 2 പാർട്ട് സീരീസിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ കുറേ കാര്യങ്ങൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകണം, സ്റ്റോറി എസ്റ്റാബ്ലിഷ് ചെയ്യണം. കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് ഇത് വരാൻ പോകുന്ന സെക്കൻഡ് പാർട്ടിലുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ പറ്റും, എന്നാലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ആളുകൾ ഇതൊരു പുതിയ ജോണറാണ്. അപ്പം ഈ ഫസ്റ്റ് ഡേ റിവ്യൂ വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ സെക്കൻഡ് ഡേ തൊട്ടിട്ട് ഈ റിവ്യൂസ് അവർക്ക് പലരും ഇത് കാണുകയും അത് ആ മൈൻഡ് ഫ്രെയിമിലായിരിക്കും പിന്നെ വരുന്ന ഓഡിയൻസ്. അപ്പം ഈ ഫസ്റ്റ് ഡേ റിവ്യൂ വളരെ ഇമ്പോർട്ടൻറ്റ്. ആളുകൾക്ക് ജോണർ അക്സെപ്റ്റ് ആയോ, ആട് ഫാൻസിന് സാറ്റിസ്ഫൈഡ് ആണോ, ഹ്യൂമർ സാറ്റിസ്ഫൈഡ് ആണോ. അങ്ങനെ ഫസ്റ്റ് ഡേ റിവ്യൂ, ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ വന്നപ്പം മോശമല്ലാത്ത അഭിപ്രായം. അവിടെ കുറച്ച് സമാധാനമാണ്. കാരണം ഐ ന്യൂ ഫോർ എ ഫാക്ട് ദറ്റ് സെക്കൻഡ് ഹാഫ് നമ്മൾ പിന്നെ അങ്ങോട്ട് ബ്ലാസ്റ്റാണ് എന്നുള്ള രീതിയിൽ. അപ്പോഴും മിഥുൻ വിളിക്കുന്നുണ്ട്, മിഥുൻ മാനുവൽ തോമസ് പിന്നെ എൻ്റെ അടുത്ത് ഇറങ്ങിയപ്പോഴേ ചേട്ടാ 18-ാം തീയതി ഞാൻ മുങ്ങും. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെയായിരിക്കും, എനിക്കൊന്നും വന്ന് ഞാൻ പറയത്തില്ല, ഞാൻ എവിടെ കേരളത്തിലുണ്ടാവില്ല. ഞാൻ വന്നാൽ മുങ്ങാൻ, ഞാൻ അങ്ങനെ പറയില്ല, ഞാനവിടെ മുങ്ങാൻ, എനിക്ക് മുങ്ങാൻ പറ്റില്ലല്ലോ, ഞാനവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാപ്പിനെസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ജോണർ വർക്കായി, എൻ്റെ മാഗ്നിറ്റ്യൂഡ് വർക്കായി. ഒരു 80% ആൾക്കാർക്ക് അത് വർക്കായി, എക്സ്പെഷ്യലി യൂത്തിന് വർക്കായി. അപ്പം നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോഴും നമുക്കൊരു ചലഞ്ച് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ സിനിമ മാറി യൂത്ത്. നമ്മൾ ഈ സിനിമ 10 വർഷം മുമ്പ് ആട് വന്നിറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഓഡിയൻസ് അല്ല ഇപ്പോൾ ഉള്ളത്. അന്ന് 5 വയസ്സുള്ള കുട്ടിക്ക് ഇന്ന് 15 വയസ്സാണ്. അന്ന് 15 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അയാൾക്ക് 30 വയസ്സാണ്. അയാളുടെയും തോട്ട് പ്രോസസ്സ് മാറും. അപ്പം ഇന്ന് ഈ OTTയുടെ ഒരു കടന്നുവരവിടെ 2017 വന്നതോടുകൂടി യൂത്ത് ഒരു ഇൻ്റർനാഷണൽ സിനിമയിലേക്ക് എക്സ്പോസ് ആവുന്നു. വളരെ പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് അവർക്ക് ഇഷ്ടമുള്ള ഏത് ഭാഷയിലെ സിനിമകളും കാണുന്നു. അപ്പോൾ അവർ ഭയങ്കര അപ്ഡേറ്റഡാണ് ലോക സിനിമയിൽ. അപ്പോൾ അവരെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു സിനിമയാവണം എന്ന്. അപ്പം ഞങ്ങൾ ഇപ്പം ആട് 2 പോലെ തന്നെ 3 എടുത്തു വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരു മാറ്റം ഇല്ലല്ലോ, നിങ്ങളൊന്നും വളർന്നിട്ടില്ലല്ലോ ഒന്നും ചോദിക്കും ആൾ, അല്ലേ? സിനിമ മാറിയതൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാർ വന്ന് ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നു എന്നും പറയാം, അല്ലേ? തീർച്ചയായും. അപ്പം നമ്മൾ അതുകൊണ്ടൊക്കെയാണ് ജോണർ ഷിഫ്റ്റ് നടത്തിയത്. അപ്പോൾ ഈ യൂത്തിന്, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ആടിൻ്റെ ഫാൻ ഫോളോയിങ് അല്ലെങ്കിൽ ആടിനെ ഇഷ്ടപ്പെടുന്നവർ 10 വയസ്സോ 5 വയസ്സോ മുതൽ അങ്ങ് 70 വയസ്സ് വരെ ഉണ്ടാവും. ഒരു 15 അല്ലെങ്കിൽ 15 മുതൽ 25 വയസ്സ് വരെ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ യൂത്ത് സംസാരിക്കുന്ന ഭാഷയല്ല 50 വയസ്സുള്ള ആൾ സംസാരിക്കുന്നത്, 60-70 വയസ്സുള്ള ഒരാൾ സംസാരിക്കുന്നു, വേണ്ട 40 വയസ്സുള്ള ഒരാൾ സംസാരിക്കുന്ന പോലും അങ്ങനെ ഒരു ഭാഷയില്ല. എനിക്ക് എൻ്റെ മോനൊക്കെ സംസാരിക്കുന്ന ചില വാക്കുകളുടെ അർത്ഥം പോലും എനിക്ക് മനസ്സിലാവണം. ഞാൻ അപ്ഡേറ്റഡ് ആണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ യൂത്ത് സിനിമകൾ കാണുകയെന്ന് അവർ ഓരോ ദിവസവും ഓരോ സ്ലാങ് പറയും. അവർ നമ്മളെക്കാട്ടി ഫാസ്റ്റ് അല്ല, എന്താ ഇവർ ആ സ്ലാങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യണം, ആടിൻ്റെ ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് പിന്നെ കോമഡി ഏറ്റവും ഡിഫിക്കൾട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള ജോണറാണ് ഹ്യൂമർ. കാരണം ആളുകളെ ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. മലയാളികൾ ഹ്യൂമർ സെൻസിൻ്റെ കാര്യത്തിൽ മറ്റുള്ള ഭാഷയെക്കാട്ടിലും ഒരു 10 വർഷം മുമ്പിലാണ്. അതിൻ്റെ കൂടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ടൈപ്പ് ഓഫ് പരിപാടികളാണ്, അല്ലേ? യൂട്യൂബ് സീരീസുകൾ, ഹ്യൂമർ സീരീസുകൾ, പിന്നെ ഓരോ റീൽസ്. ഇപ്പം ഒരു ഇൻഫ്ലുവൻസർ പോലും അവർ ഹ്യൂമർ രീതിയിലാണ് പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്, അല്ലേ? അപ്പം നമ്മളൊരു ഹ്യൂമർ ഒരു സിനിമയിലുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളോളം നിലനിൽക്കേണ്ട ഒരു കാര്യം. അപ്പം നമ്മളൊരു ഹ്യൂമർ സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ആടിലൊരു ഹ്യൂമർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു അസോസിയേറ്റ് അസിസ്റ്റൻ്റ് വന്നിട്ട് സരിത ഇത് കണ്ടോ,
ഇത് മറ്റേ ഇൻഫ്ലുവൻസർ അതിൽ അടിച്ച പോക്കാണ്. ഇപ്പം എങ്ങനെ ഹ്യൂമർ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്? എപ്പോൾ എന്തെടുത്താലും എവിടെയോ ഇത് സാധനം യൂട്യൂബിൽ ഇതുമായിട്ട് ലിങ്കുള്ള ഒരു സാധനം കിടക്കുന്നുണ്ട്. അപ്പോൾ സിറ്റുവേഷൻ, അതുകൊണ്ടാണ് ഇവിടെ ഹ്യൂമർ സിനിമകൾ ഉണ്ടാകാൻ പാട്. നമ്മൾ പിന്നെ ചളി എന്ന് പറഞ്ഞ് തള്ളാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ചളി ആവണ്ട എന്ന് പറഞ്ഞിട്ട് പല സാധനങ്ങളും ഇപ്പം ഞങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. ഞങ്ങൾ ഒരുപാട് ഡിബേറ്റ്, ഞങ്ങൾ ഇതിനും കൂടെ ഒരു 4 മണിക്കൂർ 4:20 കണ്ടന്റ് ഉണ്ടായിരുന്നു. അത് ഇന്ന് ഏകദേശം 1.25 മണിക്കൂറോളം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ആടിൽ. അപ്പോൾ ഒരുപാട് ഹ്യൂമർ സിറ്റുവേഷൻസ് കട്ടായി പോയിട്ടുണ്ട്, ഒരുപാട് ഹ്യൂമർ സിറ്റുവേഷൻസ്. അപ്പോൾ അതിപ്പോൾ ഞങ്ങൾ OTTയിൽ വരുമ്പോൾ ഒരു ഡയറക്ടേഴ്സ് കട്ടായിട്ട് ഇറക്കാനായിട്ടുള്ളൊരു പ്ലാൻ. സൈജു കുറുപ്പിൻ്റെ അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ ഈ സൈജുവിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് പാപ്പൻ്റെ ഇൻട്രോയ്ക്ക് മുമ്പായിരുന്നു. അപ്പോൾ ലെങ്ത് അപ്പോഴും കൂടി കിടക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ നമ്മളൊരു ഫൈനൽ ആദ്യം ഒരു ട്രിം ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ദാക്ഷിണ്യമില്ലാത്ത കട്ടിലേക്ക് പോകണം. നമ്മൾ ആ ദാക്ഷിണ്യമില്ലാത്ത കട്ടാണ് നമുക്ക് ഏറ്റവും വേദനിക്കുന്ന കട്ട്. എനിക്ക് വേദനിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ ഇത്രയും കോടി രൂപയുടെ കണ്ടൻറ്റാണ് അവിടെ കിടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയാണ് അല്ലേ? അപ്പോൾ ഒരു മിനിറ്റ് എഡിറ്റ് ചേട്ടാ 1 മിനിറ്റ് കൂടെ പോയിട്ടുണ്ട്, 10 ലക്ഷം പോയി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായേ? ഒരു മണിക്കൂർ അത്രയും കോടിക്കണക്കിന് രൂപ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും അപ്പം ഞാൻ ഡയറക്ടർ എടുത്തോണ്ട് ഇത് കിടക്കുന്ന കണ്ടോ, ഇതൊക്കെ വേണമായിരുന്നോ? അല്ല, അതിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ സൈജു ഗ്രൂപ്പിൻ്റെ സീന് പോലെ കുറേ സീനുകളുണ്ട്. ഇപ്പം അപ്പം അത് കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ മിഥുനോടൊരു ഐഡിയ പറഞ്ഞു, ഇതിപ്പോൾ സൈജുവിന് ഇപ്പോൾ ആ ഇൻട്രോ ഇല്ല. പിന്നെ ഞങ്ങൾ ആ സൈജു ലൂണയിൽ വരുന്ന ഒരു സീൻ ഇപ്പം അതായത് സിനിമ ഇറങ്ങുന്നതിന് ഏകദേശം 10 ദിവസം മുമ്പ് പോയി ഷൂട്ട് ചെയ്താണ്. അപ്പോൾ സൈജുവിൻ്റെ ലുക്കൊക്കെ മാറിയായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി ഷൂട്ട് ചെയ്ത് അതിൻ്റെ കുറച്ച് ലുക്ക് പിടിച്ചതാണ് അത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ സൈജുവിന് ഇപ്പോൾ ആ ഇൻട്രോ ഇല്ലാണ്ട് പോയി. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ഇങ്ങനെ ഇന്നലെ സംഭവിച്ചെന്ന് പറയും. ബിക്കോസ് വണ്ടിയുടെ ഗ്ലാസ് പൊട്ടി എന്നുള്ള സാധനവും വരുത്തിക്കണം. നമുക്ക് ഇന്നലെ സംഭവിച്ചെന്ന് പറഞ്ഞ് യൂട്യൂബിലൂടെ നമുക്കതൊന്ന് ഇടാം എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ്സ് ഞങ്ങൾ നോക്കി. അപ്പം ആദ്യം ഇതും പറഞ്ഞു, ചേട്ടാ ഇത് ആവശ്യമുണ്ടായിരുന്നത് ഇറക്കണം. ഞാൻ പറഞ്ഞു ഇറക്കുന്നതല്ല, ഒരു പൾസറിയുണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ഡയലോഗ് വന്നു. കുറേ പേര് പറഞ്ഞു, ചിലർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. ചിലർ പറഞ്ഞു വിൻറ്റേജ് ആടിൻ്റെ ക്യാരക്ടേഴ്സ്. പക്ഷേ ചിലവർ പറഞ്ഞു ഇതേ ചളിയുമായിട്ടാണോ നാളെ വരാൻ പോകുന്നത്, എന്നാ വാ കാണിച്ചു തരാം. ഇതേ ചളി ഒരു വർക്കായി. അപ്പം നമ്മൾക്ക് പിന്നെ മനസ്സിലായി നമ്മൾ ഇതല്ലല്ലോ തിയേറ്ററിൽ കൊടുക്കാൻ പോകും, ഇത് നമ്മൾ കട്ട് ചെയ്തതല്ലേ, നമ്മൾ വേറൊരു സാധനമില്ല. അപ്പം ഞങ്ങൾക്കൊരു ചെറിയ സമാധാനമായി. ഈ തെറി വിളിക്കുന്നവർ അല്ലെങ്കിൽ ഇതേ ചളിയാണെന്ന് പറയുന്നവർ നാളെ തിയേറ്ററിൽ വന്ന് ഇത് മാറ്റി പറയണം. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വേറൊരു സ്റ്റോറി ആയിട്ടിരിക്കണം. അങ്ങനെ ഇത് ഇറങ്ങുമ്പോൾ ഒരു യൂത്തിന് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ദാറ്റ്സ് ആ പ്രൈമറി ഓഡിയൻസിന് വർക്കാവുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഇന്ന് എത്തി നിൽക്കുമ്പോൾ ആ ഫസ്റ്റ് ഡേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് റിവ്യൂവേഴ്സിൻ്റെ അഭിപ്രായവും മൗത്ത് പബ്ലിസിറ്റി കൂടുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഏകദേശം ഒരു റെക്കോർഡ് ബുക്കിങ്ങിലേക്ക് പോകുന്നു. മലയാളത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മൾ പോകുന്നു. സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും 2ാമത്തെ സെക്കൻഡ് ഡേ ബുക്കിംഗാണ് നമുക്കുണ്ടായിരുന്നത്. ഇന്ന് 4 അപ്പം മിഡിൽ ഈസ്റ്റ് ദുബായിൽ അപ്രതീക്ഷിത, നമ്മൾ പ്രതീക്ഷിക്കാണ്ടൊക്കെ വലിയ രീതിയിൽ റിസീവ് ചെയ്യപ്പെടുന്നു. മറ്റുള്ള കൺട്രീസിൽ ചെറിയ ഒരു ലോ ഉണ്ടെങ്കിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വളരെ വലിയ രീതിയിൽ ഇത് ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ വളരെ നല്ല രീതിയിൽ പോയി. ഇന്നിപ്പോൾ നമ്മൾ 4 ദിവസം കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് കളക്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നും എൻ്റെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ജയസൂര്യയുടെ ലൈഫിൽ അല്ല, ഇത് ജയസൂര്യയുടെ എന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത് ജയസൂര്യ അല്ല, വാർത്തയെ കണ്ട് അങ്ങനെ ആളുകൾ എഴുതി. പക്ഷേ ഇതിനകത്ത് ആടെന്ന് പറയുന്നത് ജയസൂര്യ ഒരു കഥാപാത്രമാണ് അല്ലേ. ഇതിൽ ഓരോ ആടിലെ എല്ലാ ക്യാരക്ടേഴ്സും എൻ്റെ ഹീറോ ആണ്. പി ശശിയും ഇതിലെ ഹീറോ ആണ്, സാത്താൻ സേവ്യറും ഇതിലെ ഹീറോ ആണ്, അറക്കലബു ഹീറോ ആണ്, ഷമീറും ഹീറോ ആണ്, എല്ലാവരും, കഞ്ചാവ് സോമനും ബാറ്ററി സൈമണും ഡൂഡും എല്ലാം. ജയസൂര്യയുടെ ചിത്രം എന്ന് ആടിനെ വിശേഷിപ്പിക്കാൻ ആവില്ല. എന്നാലും യെസ്, ഞങ്ങളുടെ നായകൻ ഷാജി പാപ്പൻ തന്നെയാണ്. അപ്പം പക്ഷെ മറ്റവരെല്ലാം ധർമ്മജൻ, ക്ലീറ്റസ്, ഇതിനകത്ത് ഏറ്റവും സ്ക്രീൻ സ്പേസ് ഉള്ളത് ക്ലീറ്റസിനാണ്, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിയാണ്. അപ്പം
ഇതെല്ലാം നമ്മുടെ നായകന്മാരാണ്. അതുകൊണ്ട് ആട് എന്ന് പറയുന്നത് ആ ഫോറിനർ ലേഡി എന്താ ജസ്റ്റിഫിക്കേഷൻ ചെയ്തത്? ആലിയ ബോൺ. ഏത് നാട്ടുകാരി? കനേഡിയനാണ്. വെരി നൈസ്. എന്താ പ്രസൻസ്. അവർക്ക് മലയാള സിനിമയുടെ ഒരു പവർ ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ബോംബിട്ട പോലെ അവർക്ക് കുറേ മെസ്സേജുകൾ ലൈക്സും ഒക്കെ വന്ന് വിളിച്ചിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് വിളിച്ചിരുന്നു. ബോംബിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഷമീർ തോക്കാളെ നേരെ മുമ്പിൽ അതൊന്നും കാണേണ്ട സീനാണ്. ഐ ഡോണ്ട് ലൈക്ക് ഗൺസ് ബീൻ പോയിന്റഡ് അറ്റ് മീ. പക്ഷെ ഷമീർ ഞാൻ നിൽക്കുക, പിന്നൊരു തിരിവുണ്ട്. അപ്പൊ ഇതാണ് ആടിന്റെ വിശേഷം. ഇതാണ് ആടിന്റെ വിശേഷം. നമ്മൾ ചോദിക്കാനുള്ളത് വളരെ ആടിന്റെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി കുറച്ച് പേഴ്സണലി ട്രാവൽ ചെയ്യാം. പ്രൊഫഷണലി വന്നു ടെൻഷനൊക്കെ കൊണ്ട് നിൽക്കട്ടെ. കൊല്ലത്ത് നിന്നാണ് അല്ലേ? കൊല്ലക്കാരൻ ഈ പ്രൊഡ്യൂസർ നാടല്ലേ? ഈ പ്രൊഡ്യൂസർ ഇതൊക്കെ ആവുന്നതിന് മുമ്പ് ആരായിരുന്നു വിജയ്? അല്ല, അത് എൻ്റെ എല്ലാവർക്കും അറിയാം. ഞാൻ എന്റർടൈൻമെന്റിൽ തന്നെ. അതിന്റെ അല്ലേ നമ്മുടെ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? എവിടെ ആയിരുന്നു കുട്ടിക്കാലമൊക്കെ? കൊല്ലത്ത് തന്നെ. കൊല്ലം സെന്റ് ജൂഡിലാണ് പഠിച്ചത്. സെന്റ് ജൂഡിൽ ആദ്യം ഇൻഫന്റ് ജീസസിലായിരുന്നു, പിന്നെ സെന്റ് ജൂഡിലായിരുന്നു. 10th സ്റ്റാൻഡേർഡ് കഴിയുന്ന സെന്റ് ജൂഡിൽ. കൊല്ലം SM കോളേജ് തന്നെയാണ് പഠിച്ചത്. നെറ്റിൽ നോക്കുമ്പോൾ ലോയോള കോളേജ് എന്നൊക്കെ കാണാം. നമ്മളവിടൊന്നും പോയില്ല. ഈ സ്കൂൾ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂൾ ആർട്ടായിരുന്നു? ആർട്ടിൽ അത്യാവശ്യം ഞാൻ സ്റ്റേജ്, ഡ്രാമ, മോണോ ആക്ട്, മിമിക്രി, അങ്ങനെയുള്ള സ്പോർട്സുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഇല്ല. വിയർക്കുന്ന പരിപാടികളൊന്നും? വിയർക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഫുട്ബോൾ കളിക്കണം, ഒരു ഗോൾ അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഗോൾ അടിക്കാൻ പറ്റും. എല്ലാവരും പിള്ളേർ മാറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഗോൾ പോസ്റ്റിന് മുമ്പ് വെച്ച് അടിച്ചാലും ബോൾ അപ്പുറത്തോട്ട് പോകും. പിന്നെ ക്രിക്കറ്റ് കളിക്കായിരുന്നു, അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കും. അത് മാത്രമാണ്. ഇൻഫന്റ് പോകുന്നത്. ആദ്യത്തെ സ്റ്റേജ് ഒക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റേജ് എനിക്ക് ഈ സെന്റ് ജൂഡിൽ, അവിടെ ആർട്സിനെ ഞങ്ങൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന സ്കൂളായിരുന്നു. അപ്പം അങ്ങനെ ഡ്രാമയാണ്, അങ്ങനെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ, അവിടെ നിന്ന് പിന്നെ മിമിക്രിക്ക് ഞാൻ സബ് ജില്ല മിമിക്രിയൊക്കെ ചെയ്യും. ഞാൻ ചെയ്യും. സബ് ജില്ലയിൽ പ്രൈസ് ചെയ്ത് ജില്ല ഇതിലും പോയി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പോയി. ഈ ആദ്യം നമ്മൾ സ്റ്റേജിലോട്ട് വരുന്നത് അച്ഛനാണോ അമ്മയാണോ ഇൻസ്പയർ ചെയ്തത്? സ്വന്തമായിട്ടാണ്. എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മാത്രമാണ് സ്റ്റേജിൽ ഒക്കെ. എത്രാമത്തെ വയസ്സിലായിരുന്നു? വളരെ കുഞ്ഞു പ്രായത്തിൽ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ കലോത്സവങ്ങൾ നടക്കുമ്പോൾ സ്റ്റാറായിരുന്നു. അത്യാവശ്യം. പിന്നെ സ്കൂൾ ഡ്രാമ ടീം, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ വരെ പോയിട്ടുണ്ട്. നമുക്കൊരു മാഷ് കാണുമല്ലോ നമ്മളെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത്. നമുക്ക് അതിന്റെ ആർട്സ് പഠിപ്പിക്കാനായിട്ടൊക്കെ ടീച്ചറിന്റെ പേരൊക്കെ ഓർമ്മയുണ്ട്. ഉണ്ണി സാർ എന്ന് പറഞ്ഞിട്ട് സാർ ഉണ്ടായിരുന്നു. നമ്മളെ എപ്പോഴും ആർട്സിന് ഒരു ടീച്ചർ ഉണ്ടാവും. അതെ, എന്നാലും നമ്മളെ നമ്മൾ അതിനുവേണ്ടി പ്രചോദനം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾ സ്വയം എങ്ങനെയാണ് ക്ലാസ് കട്ട് ചെയ്ത് ചാടി പോകണമെന്നാണോ ഉദ്ദേശം? അല്ല, നമുക്ക് ഈ ക്ലാസ് കട്ട് നമുക്ക് പെർമിഷൻ തരും. ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിന് മുമ്പ് പ്രാക്ടീസിന് പോകണമെങ്കിൽ നമുക്ക് തരും. നമുക്കെപ്പോഴും അത് പിന്നെ പ്രാക്ടീസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. എന്താണോ ഇത്ര പ്രാക്ടീസ് ചെയ്യാനെന്നൊക്കെ ടീച്ചേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രാക്ടീസിന് പോകണമെന്ന് പറഞ്ഞാൽ ആർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന സ്കൂളായതുകൊണ്ട് ഇപ്പോൾ കലോത്സവം നടക്കുന്നതിന്, ഇപ്പോൾ സ്കൂൾ ജില്ലാ കലോത്സവം നടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള, അപ്പം ഞങ്ങൾക്ക് കലാകാരന്മാർക്ക് വേണമെങ്കിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒഫീഷ്യലി തന്നെ പോയിരുന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യാം. അതെ, ഭയങ്കര കുരുത്തം. അത്യാവശ്യം നല്ല കുരുത്തം കെട്ട. ഞാൻ ബോർഡിങ്ങിലായിരുന്നു അത്. അപ്പം എന്നെ ഭയങ്കര ഫാമിലി, അച്ഛനെ അമ്മയും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. 3 പിള്ളേരാണെങ്കിലും. അപ്പം അച്ഛനെ നമ്മൾ ആൺകുട്ടിയാണ്. അല്ല, എൻ്റെ സിസ്റ്റർ. അപ്പോൾ അച്ഛനെ എവിടെയും പോകാൻ പറ്റത്തില്ല. അച്ഛൻ പോകുന്നിടത്തല്ല എനിക്കും പോകണം. അപ്പം അച്ഛന് ബിസിനസ്സിൻ്റെ ഇതായിട്ട് ഡൽഹിയിൽ പോകാൻ അവിടെ കിടന്ന് ഉരുണ്ട് കരയൊക്കെ ചെയ്യും. അങ്ങനെ ഈ ഹോം ഇത് മാറ്റാൻ വേണ്ടി, അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ മാത്രം കൊണ്ട് ബോർഡിങ്ങിലാക്കി. അതാ സെന്റ് ജൂഡിൽ കൊണ്ട് ബോർഡിങ്ങിലാക്കി. അപ്പോൾ ബോർഡിങ്ങിന് ഭയങ്കര സ്ട്രിക്റ്റാണ്. നമ്മൾ ഭയങ്കര ഒരു നല്ല ഉക്കരട്ടി കിട്ടുന്ന സ്ഥലം, നല്ല അട്ടി കിട്ടിയിട്ടുണ്ട്. എന്നെ കൊണ്ടോ ബോർഡിങ്ങിലാക്കി 3 വട്ടം അവിടെ നിന്ന് വിളിച്ചോടിയിട്ടുണ്ട്. ഈ പറഞ്ഞ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അതെ, 3 വട്ടം, ഒരു വർഷം തന്നെ 3 വട്ടം ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ പിടിക്കപ്പെട്ടു. അങ്ങനെ പിന്നെ കുറേ പിന്നെ അവിടെ ബോർഡിങ് നിർത്തി. അവിടെ ബോർഡിങ് ഇല്ലാണ്ട് പിന്നെ അങ്ങനെ ഡേ സ്കോളറായി. പിന്നെ അപ്പോൾ ഒരുപാട് ദൂരം പോകണമല്ലോ ഞങ്ങൾക്ക്. കൊല്ലത്തുനിന്ന് മുഖത്തല വരെ പോകണമെങ്കിൽ, മുഖത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ബസ്സിലുള്ള ഓരോ ദിവസവും 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ പോകണം, രാവിലെ എണീക്കണം. അപ്പോൾ പിന്നെ വർഷങ്ങളോളം ഡേ സ്കോളറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ SM കോളേജിൽ എനിക്ക് ഞങ്ങളുടെ ആയിരുന്നു ലാസ്റ്റ് ഈ പ്രീ ഡിഗ്രി എന്ന് പറയുന്ന സാധനം ലാസ്റ്റ് ബാച്ചായിരുന്നു. അതിനുശേഷം പിന്നെ +2 ആയല്ലോ.
അപ്പോൾ കോളേജായിരുന്നു ഈ മെൻസ്. മെൻസ്. അവിടെ നിന്ന് പിന്നെ ബാംഗ്ലൂർ പോയി. അവിടെ നിന്നുണ്ടാകുന്ന പഠിച്ചു തുടങ്ങിയത്. അപ്പം BBM പഠിച്ചു. അത് കഴിഞ്ഞ് MBAക്ക് പോയി. MBA കഴിഞ്ഞിട്ട് സ്റ്റാർ TV-യിലായിരുന്നു ആദ്യത്തെ BPL മൊബൈലിൽ ഒരു 6 മാസം ജോലി ചെയ്തിരുന്നു. അന്ന് മൊബൈൽ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്താണ്. അപ്പം മൊബൈൽ അത് കഴിഞ്ഞ് പിന്നെ എനിക്കത് മീഡിയയിലേക്ക് പോകണം എന്ന്, അങ്ങനെ സ്റ്റാർ TV എന്നൊരു ഓപ്ഷൻ വന്നപ്പോൾ സ്റ്റാർ TV-യിൽ പോകുന്നു. അവിടെ നിന്ന് പിന്നെ മീഡിയയിലല്ലാതെ വർക്ക് ചെയ്തിട്ടുള്ളത് ബോംബെയിലായിരുന്നു. അപ്പോൾ അവിടെ കുറേ നാൾ വർക്ക് ചെയ്തു. അതിനുശേഷം ദുബായിക്ക് പോയി. ദുബായിൽ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, മാക്സ് മീഡിയ എന്ന് പറയുന്നത്. അങ്ങനെ ഏഷ്യാനെറ്റുമായിട്ട് അസോസിയേറ്റ് ആവുന്നു, സ്റ്റാർ TV, ZTV. അവിടുത്തെ മിഡിൽ ഈസ്റ്റ് ബീം ലോഞ്ച് ചെയ്യുന്നതിൻ്റെ പാർട്ടാവുന്നു. അങ്ങനെ ഏഷ്യാനെറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് വീണ്ടും മലയാള ചാനൽസിലേക്ക് വർഷങ്ങൾക്ക് ശേഷം മലയാളം എൻ്റർടൈൻമെൻറ്റിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ മാധവ് സാറുമായിട്ട് പരിചയപ്പെടുന്നു. അങ്ങനെ അവിടെ റിസഷൻ ഹിറ്റ് ചെയ്തപ്പോൾ പതുക്കെ 2009 തിരിച്ചു വന്ന് ഇവിടെ ഏഷ്യാനെറ്റിൽ തെലുങ്ക്, അന്ന് ഏഷ്യാനെറ്റ് സുവർണ ബാംഗ്ലൂരും സിത്താര അതിൻ്റെ CEO ആയിട്ട് ജോയിൻ ചെയ്യുന്നു ഹൈദരാബാദിൽ. അങ്ങനെ അവിടെ 2-2.5 വർഷം. അതിന് ശേഷം അത് സ്റ്റാർ TV ടേക്ക് ഓവർ ചെയ്യുമ്പോഴാണ് അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിട്ട് സൺ നെറ്റ്വർക്കിൻ്റെ അങ്ങനെയാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്, വൈസ് പ്രസിഡൻ്റായി. അപ്പോഴാണ് സാറ്റലൈറ്റ് ബൈങ്ങിങ് ആയിട്ട് അതൊക്കെ എൻ്റെ റെസ്പോൺസിബിലിറ്റികളിൽ വരുന്നത്. അങ്ങനെ മലയാള ഫിലിം ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്യുന്നത്. ഒരുപാട് വർഷം ഞാൻ ഈ ബൈങ്ങിൻ്റെ ഹെഡായിരുന്നു, ഇൻചാർജ് ഉണ്ടായിരുന്നു. കഥകൾ കേട്ട് തുടങ്ങി. സിനിമ വാങ്ങിക്കുന്നതിന് മുമ്പുള്ള ഒരുപാട് എല്ലാവരുമായിട്ടും ഇറങ്ങാനിരിക്കുന്ന പടങ്ങൾ, പ്ലാൻ ചെയ്യുന്ന പടങ്ങൾ, ഇതൊക്കെ വന്ന് നമ്മുടെ അടുത്ത് കഥ പറയുകയും എൻ്റെ ഒരു അങ്ങനെ ആയിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ ഏതോ ഒരു ഘട്ടത്തിലാണ് അത് ബോറടിച്ച് തുടങ്ങി മീഡിയ. കുറേ വർഷം പലയിടത്ത് പോയിരുന്നിട്ട് ഇനി മീഡിയയിൽ ടെലിവിഷനിലൊന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നൊരു ഫീലിങ്, ബോറടിച്ച്. നമ്മൾ ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് വരും. ആ ബ്ലോക്കിൽ പല പ്രോഗ്രാംസുകൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ കൺസീവ്, ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യാം, ഇനിയിപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഇരുന്നു ടീം ഉണ്ടാക്കുന്നു. അത് പിന്നെ ടെലിവിഷനിൽ വരുന്നു, വർക്കാവുന്നു, ചിലത് വർക്കാവുന്നില്ല. അങ്ങനെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അത് ചെയ്യുന്നു. സീരിയലുകൾ പ്രഷർ ജോബാണ്. ഓരോ ആഴ്ചയും റേറ്റിംഗ് വരുമ്പോൾ അതിൻ്റെ പ്രഷറും. അപ്പം ഈ ഒരു ഘട്ടത്തിൽ ടെലിവിഷൻ മതിയായി, വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ബിഗർ സ്ക്രീൻ, വലിയ സ്ക്രീനിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അല്ല, ആ ഡിസിഷൻ എടുക്കാനുണ്ടായ നമുക്ക് ഈ വീക്കെൻഡിൽ എനിക്ക് അഭിനയിക്കാനുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് VK പ്രകാശ്, VKP ആണ് ആദ്യമായിട്ട് തന്നെ 3 Kings എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു ചാനൽ റിയാലിറ്റി ഷോ ആണ് എൻഡിൽ, അതിൻ്റെ ക്ലൈമാക്സിൽ VKP എൻ്റെ അടുത്ത് വന്നിട്ട് അതിൽ സൂര്യ TV നമ്മുടെ പടമാണ് എന്തായാലും, അപ്പോൾ ഈ റിയാലിറ്റി ഷോ സൂര്യ TV നടത്തുന്നതായിട്ട് തന്നെ നമുക്ക് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. എനിക്ക് പെർമിഷൻ എടുക്കണം. അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് വിജയ് ബാബുവാണ് അത് കൺസീവ് ചെയ്തത്. അപ്പോൾ ഞാൻ വിജയ് ബാബുവായിട്ട് തന്നെ അതിനകത്ത് അഭിനയിക്കാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ചോദിച്ചു നോക്കാം. അങ്ങനെ അത് പെർമിഷൻ തന്നു. ഞാൻ പോയി. അതാണ് അന്ന് എൻ്റെ ഫസ്റ്റ് ഷോട്ട്. എനിക്ക് കൈകാലം വിറച്ച ഒരു ഷോട്ടാണ്. അതായത് ഫസ്റ്റ് ഞാൻ സ്ക്രീനിൽ ഫ്രണ്ടിൽ വരുന്നത് ജഗതി ചേട്ടനുമായിട്ടാണ് എൻ്റെ കോമ്പിനേഷൻ. പുള്ളി അറിയാമല്ലോ. അപ്പം എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിച്ചൊന്നും വലിയ ശീലമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇൻഡസ്ട്രി എനിക്ക് വളരെ അടുത്തറിയാം. കാരണം അതിന് തൊട്ട് മുമ്പാണ് അമ്മയുടെ ഷോ, സൂര്യദേശോടെ അമ്മ എന്ന് പറയുന്ന ഷോ നമ്മളാണ് ചെയ്തത്. അപ്പോൾ ഇവരെല്ലാവരുമായിട്ടും പിന്നെ സിനിമ വാങ്ങിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ വിജയബാബു എന്ന് പറഞ്ഞ വ്യക്തിയെ എല്ലാവർക്കും അറിയാം, എനിക്കും എല്ലാവരും അറിയാം. അങ്ങനെ ഒരു ഫിയറൊന്നുമില്ല. പക്ഷെ അഭിനയിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഒരു ചാനലിൻ്റെ ഹെഡായിട്ടാണല്ലോ ഇവരെല്ലാം കണ്ടിട്ടുള്ളത്. അപ്പോൾ ജഗതി ചേട്ടനോട് നിങ്ങൾ അഭിനയിക്കുമോ? പിന്നെ ഇങ്ങനെ ഫസ്റ്റിൽ തന്നെ കുഴപ്പമില്ലല്ലോ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തട്ടിയൊക്കെ വിട്ടു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എന്നെ സ്ക്രീനിൽ കാണുന്നതും അതാണ്. അതിനുശേഷമാണ് ഇങ്ങനെ ഞാനന്ന് ക്ലീൻ ഷേവൊക്കെയാണ്. അങ്ങനെ അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമയിൽ ഇതേപോലൊരു നോർത്ത് ഇന്ത്യൻ പോലീസ് ഓഫീസറുടെ കഥാപാത്രം ചെയ്യണം. അപ്പോൾ ആരഭിനയിക്കും എന്നുള്ള ഇതിൽ അതിൻ്റെ കൺട്രോളർ വിനോദ് ഷൊർണൂരാന്ന് തോന്നുന്നു. ഇങ്ങനെ ലാൽജു സാറിനോട് പറഞ്ഞു, നമ്മുടെ ഈ സൂര്യ TV യിലെ വിജയ് സാറ് അത്യാവശ്യം അഭിനയിക്കും, ക്ലീൻ ഷേവാണ്, പോലും തൊപ്പിയൊക്കെ വെച്ച് കൊടുത്താൽ ആരും കണ്ടിട്ടില്ല, അപ്പോൾ ആരാന്നൊന്നും അറിയത്തില്ല, പബ്ലിക് കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ചിലപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഇതിൽ വർക്കാവും എന്ന് പറഞ്ഞിട്ട്
എന്നെ ലാൽജു സാറ് വിളിച്ചിട്ട് അതിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാമറ DOP ജോമോൻ ടി ജോണാണ്. അപ്പം ലാൽജു സാറും ജോമോൻ, ഇത് ഞാൻ പിന്നെ അറിഞ്ഞതാണ്, ലാൽജു സാറും ജോമോനും കൂടെ അതിന് തൊട്ട് മുമ്പ് ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഇത് അടുത്ത പടം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട പടം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചു. അതായിരുന്നു നീന എന്ന് പറയുന്ന സിനിമ. അപ്പം അവർക്ക് അതിലൊരു ഫ്രഷ് കാസ്റ്റ് വേണം, അതായത് ഒരു അഡ്വർടൈസിങ് ഇതിലുള്ള ആളാണല്ലോ അതിൽ. അപ്പോൾ ഒരു ഫ്രഷ് കാസ്റ്റ്, ബോംബെയിൽ നിന്ന് വരുന്ന ഒരു അഡ്വർടൈസിങ് ഏജൻസിയുടെ ഹെഡ് എന്നുള്ള രീതിയിലൊരു ഫ്രഷ് കാസ്റ്റ് വേണോ അതോ എക്സിസ്റ്റിംഗ് ആരെങ്കിലും വേണോ എന്നുള്ള ചർച്ച നടക്കുന്ന സമയത്ത് ഞാനവിടെ ഈ പോലീസ് ഓഫീസറായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജോമോൻ ക്യാമറയിലൂടെ നോക്കിയിട്ട് ഇങ്ങനെ ലാൽജു സാറായിട്ട് പറഞ്ഞത്, ഈ ഒരു ലുക്ക് അല്ലേ നമുക്ക് വേണ്ടത്, ഏജും കറക്റ്റ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ലാൽജു സാർ പറഞ്ഞ് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിനയിച്ചു. എനിക്ക് പിന്നെ സ്റ്റേജ് ഫിയർ ആ ഒറ്റ സിനിമയിലൂടെ മാറി. അതുകൊണ്ട് ഞാനതിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ആണെന്ന് തോന്നുന്നു എന്നെ ലാൽജു സാറിൻ്റെ ഒരു കോൾ വന്നിട്ട്, എടാ നിനക്ക് എൻ്റെ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന്. പിന്നെ ഞാൻ നോക്കിയാൽ നായകനായിട്ട് സാറിനെ നമ്മൾ ശനി ഞായർ മാത്രമേ അഭിനയിക്കാൻ പോകുള്ളൂ, അല്ലെങ്കിൽ ഇതുണ്ടേ. അപ്പോൾ നായകനായിട്ടോ അതിന് എത്ര ദിവസം വേണം? ഒരു 10-60 ദിവസം വേണ്ടി വരും. അത് പെർമിഷനൊന്നും കിട്ടത്തില്ല. അങ്ങനെ പറഞ്ഞ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, സമയമുണ്ട്, എനിക്കിനി മമ്മൂക്കാടെ ഒരു പടം ചെയ്യാനുണ്ട്. ശരി. അങ്ങനെ ഞാനൊന്ന് മിററിലൊക്കെ നോക്കി, ഇതൊക്കെ നമുക്ക് ഇച്ചിരി അധികം തടിയൊന്നും കുറയ്ക്കണ്ട, കുറച്ച് എനിക്ക് നല്ല തടിയുണ്ട്, എനിക്കൊന്ന് 100 കിലോ കണ്ടുണ്ട്, ഒരു 10 കിലോ ഒന്ന് കുറയ്ക്കണം, സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരേ ഇരിപ്പിരിക്കുകയാണല്ലോ ഒരു ക്യാബിനകത്ത്. അങ്ങനെ അപ്പോൾ അന്നാണ് എനിക്കിങ്ങനെ ഇത് ഞാൻ പറഞ്ഞത്, ഇത് പെർമിഷൻ എടുക്കണോ, പെർമിഷൻ വേണ്ട, ഒന്ന് ആലോചിക്കട്ടെ. എന്തായാലും നമ്മളൊരു ബിഗ് സ്ക്രീനിലേക്ക് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പോകാൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഹുക്ക് പോലെ ഇത് വരുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, സമയമായോ ഇവിടെ നിന്ന് ഇറങ്ങാൻ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് ഒരു ദിവസം ഒരു ഡിസിഷൻ എടുത്തു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ പുള്ളി അങ്ങോട്ട് വിളിച്ചത്, സാർ ഇത് എത്ര നാളെടുക്കുമെന്നാണ് പറഞ്ഞ് ഒരു 6 മാസം എന്തായാലും എടുക്കും, എനിക്ക് ഇമാനുവൽ എന്ന് പറയുന്നൊരു സിനിമയാണെന്ന് പുള്ളിക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഇതിന് ശേഷം. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം. അങ്ങനെ എനിക്ക് സ്ക്രിപ്റ്റൊക്കെ അയച്ചു കണ്ട് അങ്ങനെ എൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട് ഞാൻ റിസൈൻ ചെയ്തപ്പം ഞാൻ സീനിയർ പൊസിഷനിലല്ലേ, പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തില്ല, കാരണം കുറേ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ലെറ്റർ വന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നാളും കൂടെ അവിടെ എക്സ്റ്റെൻഡായി. അപ്പോഴും ലാൽജു സാർ കുഴപ്പമില്ല, സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി കമ്പനി സെറ്റപ്പൊക്കെ ആയിട്ട് പ്രൊഡക്ഷൻ തുടങ്ങിയപ്പം ഞാനിങ്ങനെ നീനയിൽ കൺഫേം ആയി എന്നുള്ളതൊക്കെ നമുക്കറിയാം. അങ്ങനെ ഹണി ബീ എന്ന് പറഞ്ഞ സിനിമ ഞാനും കൂടെ ചേർന്നാണ് പ്രോജക്റ്റ് ഉണ്ടാക്കിയതും പ്രൊഡക്ഷനും എല്ലാം കൂടെ. അപ്പം അതിൽ ഇൻവോൾവ്. അപ്പോൾ അതിൽ ചെയ്ത കഥാപാത്രം വേറൊരാളാണ് ചെയ്യാനിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇങ്ങനെ ക്ലാഷ് വന്നു, സിനിമയും തുടങ്ങി. അപ്പോൾ ഡയറക്ടർ ലാലേട്ടൻ പറഞ്ഞു അത് നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഞാനിങ്ങനെ നീന വേറെ പടങ്ങളിലൊന്നും, അത് ഞാൻ ലാലുവിനോടും ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ചെയ്തു. അത് മങ്കിപ്പൻ ഇതേപോലെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, അതിൽ സൈജു ആണെന്ന് തോന്നുന്നു ചെയ്യാനിരുന്നത്. പക്ഷേ എന്തോ ഒരു ഡേറ്റ് ഇത് വന്നു. അപ്പോൾ റോജിൻ എന്നോട് പറഞ്ഞു അത് സാർ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് SK പ്രമുഖാണ്ട് ചെയ്തു. അപ്പോൾ ഒരു ദിവസം ലാൽജു സാർ പറഞ്ഞു നീ ഇങ്ങനെ എല്ലാ പടത്തിലും അഭിനയിച്ച ഞാനൊരു പുതിയ ആളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ നീ അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിർത്തി. അതാണ് നമ്മൾ പറയാൻ. അങ്ങനെ അപ്പം വേറെ മറ്റേ ജിസ്മോൻ്റെ പടം ബൈസിക്കിൾ തീവ്സ് അതും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് നിർത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തി. പിന്നെ വെയിറ്റ് ചെയ്തതിന് വേണ്ടി അത് പിന്നെ ലാൽജു സാറിന് വേറൊരു പടം കൂടെ വിക്രമാദിത്യനും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നീനയിൽ അഭിനയിക്കുന്നത്. അപ്പം നീനയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ് എൻ ആക്ടറിനെ ലാൽജു സാർ നന്നായിട്ട് ഗ്രൂം ചെയ്യും നമ്മളെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. നമ്മൾ മറ്റതൊക്കെ ഒരു ഗ്രൂമിങ്ങും ഇല്ലാതെ ഞാൻ പോയത്. അപ്പം അങ്ങനെ നീനയിൽ അഭിനയിച്ചതിന് ശേഷമാണ് നമുക്കൊരു ആക്ടർ എന്നുള്ള രീതിയിൽ കോൺഫിഡൻസ് വരികയും പിന്നെ കുറേ സിനിമകളിൽ അഭിനയം പ്രൊഡക്ഷൻ കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ അഭിനയിക്കും. അല്ലാതെ ഒരു ഫുൾ ടൈമായിട്ട് നമുക്ക് ഇതൊക്കെ നിൽക്കാൻ പറ്റില്ല. കാരണം പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു കൺസീവ് ചെയ്യപ്പെടുന്ന സമയം, സ്ക്രിപ്റ്റ് വായിച്ചത്, ആ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വെളിയിൽ പോയി ഇരിക്കാൻ പറ്റില്ല. ഇപ്പം ഈ ഫ്രീ ടൈമിലാണ്, ഇപ്പം ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിലാണ് നമ്മൾ അഭിനയിക്കാൻ പോകും. അടുത്ത സിനിമ ഇപ്പോൾ പെട്ടെന്നുള്ള പ്രോജക്ട്സ് എല്ലാം നമ്മൾ കമ്മിറ്റ്മെൻ്റ് എല്ലാം തീർക്കും. അങ്ങനെ ഇതാണ് എൻ്റെ നട്ഷൽ. ഞാൻ ചോദിക്കുന്നത്, നമുക്കൊരു
ടീ ബ്രേക്ക് എടുക്കാം. ടീ ബ്രേക്കിന് ശേഷം വിൽ കം ബാക്ക് ടു ലിസൺ മോർ സ്റ്റോറീസ് ഫ്രോം വിജയ് ബാബു. ദിസ് ഇസ് ഷൈൻ വിത്ത് നാരായൺ. അപ്പോൾ ഏട്ടാ ഒരു ബ്ലൂ ടീ ആംബ്രോസിയ ഇത് നമ്മളന്ന് സെറ്റിൽ കഴിച്ചല്ലേ? അതെ, ആംബ്രോസിയ ഉണ്ട്, നമ്മളെ ലോക പ്രശസ്തമായ അതെ ഒരു എള്ളിൻ്റെ അടുത്ത്. ഇത് മറ്റേ ഇതിട്ടുണ്ട് ശംഖുപുഷ്പം. എള്ളുണ്ട്. അതെ, നിങ്ങളുടെ സിഗ്നേച്ചർ. അതെ, ഞാനും അടിപൊളി. ഈ ചവക്കുന്നൊക്കെ നമ്മുടെ ഇതിൽ വരുമോ? ആട്ടും കാട്ടത്തിന് ഔലോസിൻ്റെ രുചി ഉണ്ടാവില്ലല്ലോ ഷാജി ചേട്ടാ. ഒരു ആഹാരപ്രിയനാണ്, ഒരു പാചകപ്രിയനാണ്. പെരിച്ചാഴി എന്ന് പറഞ്ഞ സെറ്റിൽ ഇവിടുന്ന് അമേരിക്കയിൽ പോയി കുക്ക് ചെയ്തെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. നിർത്തിക്കിട്ടുണ്ടോ? കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ഫുഡ് ഇഷ്ടമാണ്. ഫുഡ് വെറൈറ്റി ഫുഡ്സ് ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഡീസ്ട്രെസ് ചെയ്യാൻ കുക്കിങ്ങിന് കുറച്ച് സമയം കിട്ടാറില്ല. ഇനിയിപ്പോൾ തുടങ്ങണം. ഓഫീസിൽ കിച്ചണുണ്ട്, അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇവിടെ ഫ്രൈഡർ ഓഫീസിൽ കിച്ചണും ഉണ്ട്. കിച്ചൺ. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ബിരിയാണി പോലും വെച്ചില്ല. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പം സ്റ്റാഫെല്ലാം കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഉണ്ട്, അവർ കുക്ക് ചെയ്യും. നമുക്കിപ്പോൾ സമയം കിട്ടാറില്ല. എന്നാലും ഇനിയിപ്പോൾ തുടങ്ങണം. കുറേ നാളായി കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അതറിയാം, കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കേരളത്തിലുള്ള എല്ലാ മലയാളിക്കും അറിയാം. വിജയബാബുവിന് കുക്കിംഗ് കോവിഡ് സമയത്തായിരുന്നു മൊത്തം, എല്ലാ ദിവസവും കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വൈഫും മോനും സ്റ്റക്കായത് അവിടെ അവരുടെ നാട്ടിലായി പോയി. അപ്പോൾ ഞാനിവിടെ ആയിരുന്നു. എനിക്ക് പിന്നെ അന്ന് ഹോമിൻ്റെ വർക്കൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ഫോട്ടോ ഇടൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്ക് ടു ബാക്ക് ഫിലിംസ് ആയി പോയി. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്നില്ല. ഇനിയിപ്പോൾ തുടങ്ങണം. അതെ, എനിക്കൊരു ചോദ്യം ഉള്ളത്, നമ്മൾ തന്നെ കുക്ക് ചെയ്ത് ദൈവം ഇത് ഞാനാണോ വെച്ചത് എന്ന് എക്സൈറ്റ് ചെയ്യിപ്പിച്ച് ഏതെങ്കിലും ഡിഷുണ്ടോ? അല്ല, എനിക്ക് എൻ്റെ കുക്ക് ചെയ്യുമ്പം അത് ഫൈനൽ പ്രോഡക്റ്റ് എന്താണെന്നുള്ള ധാരണ നമുക്ക് നേരത്തെ ഉണ്ട്. അപ്പോൾ അത് വന്നോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. വല്ലാതെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനാണോ വെച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് അതല്ല, എനിക്ക് ആ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഫ്ലേവർ അറിയാം. നമ്മൾ എവിടെയൊക്കെ ട്രൈ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തു എന്നേ എന്നിട്ടേ ഞാൻ ഫ്രണ്ട്സിന് അത് കൊടുക്കുള്ളൂ. മനസ്സിലായി. ഞാൻ വിചാരിച്ച സാധനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഈ ഇൻഡസ്ട്രിയിൽ ഇത് വെച്ച് ഞെട്ടിച്ച് ലാലേട്ടൻ ഉൾപ്പെടെ ഉള്ള ഈ പെരിച്ചാഴിയിലെ കുക്കിംഗ് ഒക്കെ അത് അന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ ലാലേട്ടൻ്റെ കൂടെ നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്താലും വൈറലാവുമല്ലോ. അതുകൊണ്ട് അത് ഞെട്ടിയോ? ലാലേട്ടൻ എനിക്ക് കുക്ക് ചെയ്ത് തന്നിട്ടില്ല. ലാലേട്ടൻ അസാധ്യ കുക്കാണ്. ലാലേട്ടൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈൻ വെച്ചിട്ടൊക്കെ പല അന്ന് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി തന്നു. അപ്പോൾ എൻ്റെ റൂമിൽ കിച്ചണുണ്ട്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെല്ലാം ഇംഗ്ലീഷ് ഫുഡാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇച്ചിരി എരിയും പുളിയൊക്കെ വേണം. അപ്പോൾ ഈ ഓംലെറ്റ് ആണെങ്കിൽ സ്ക്രാമ്പിൾഡ് ഒക്കെ ആണെങ്കിൽ കൂടെ അതിനകത്തൊരു ഇച്ചിരി സ്പൈസൊക്കെ നമ്മുടെ നാടൻ രീതിയിൽ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തേങ്ങാപ്പാലൊന്നും അവിടെ കിട്ടാൻ പാടാണ്. എന്നാൽ അറ്റ്ലീസ്റ്റ് ഇച്ചിരി ഉള്ളിയെങ്കിലും അരിഞ്ഞിട്ട് ഒരു ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി വേണമെന്നുള്ളതുകൊണ്ട് ഒഫീഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇതുണ്ട്, കഫേ ഉണ്ട് രാവിലെ. അതിന് പകരം എൻ്റെ റൂമിൽ ഞാനിത് ഉണ്ടാക്കാൻ അങ്ങനെ ആൾക്കാർ കൂടി തുടങ്ങി. കൂടി ഒരു ദിവസം 40 പേർക്ക് വരെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളുണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ റൂമിലായിരുന്നെങ്കിൽ എഗ്ഗിൻ്റെ മണവും ഇതിന് ഉള്ളടഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ അത് ഒഫീഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ല അതായി. പിന്നെ ഡിന്നറും നമ്മൾ അവിടെ തന്നെ കുക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ലാലേട്ടൻ തൊട്ടടുത്തുള്ള ഹോട്ടലാണ്. അപ്പം വൈകുന്നേരം ആകുമ്പോൾ വരും, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യും, കഴിക്കും. അങ്ങനെ കുറച്ച് ദിവസം നല്ല രസമുള്ളായിരുന്നു. അത് അന്ന് ആ ഫോട്ടോ ഇട്ടത് കൊണ്ട് അത് അല്ലെങ്കിൽ നമ്മളിവിടെ ഓഫീസിൽ സ്ഥിരമായിട്ട് പല ഫ്രണ്ട്സും വന്ന് കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു ക്രോണിക് ഫുഡിയാണ്. അതെ. എന്നെ കൊണ്ടുപോയി ഒരു റെസ്റ്റോറൻ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരു ചോദ്യമുള്ളത്, ഈ റിസ്ക് ഫാക്ടേഴ്സ് എടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പുതിയ ഡയറക്ടേഴ്സിനൊക്കെ ചാൻസ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 16 പുതിയ ഡയറക്ടേഴ്സ്. അത് ഇതെങ്ങനെ ഇതൊരു ഗാമ്പിൾ അല്ലേ? സിനിമ ഒരു ഗാമ്പിളാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. സിനിമ ഒരു 50% ലക്ക് എന്ന് പറയുന്നത്, 50% നമ്മുടെ ഇതാണ്. ഈ സിനിമ ഒരു ഗാമ്പിൾ എന്ന് പറഞ്ഞാൽ സിനിമ ഭാഗ്യം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്
ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ആടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ സെറ്റ് ഇട്ടിട്ട് മഴ പെയ്ത് അത് ഒലിച്ചു പോകണമെന്ന് പറയുന്നത് അത് സമയം കറക്റ്റായിട്ട് വന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഇത് ഇറക്കുന്ന സമയത്ത് യുദ്ധം വരുന്നു എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ്, ഒരുപാട് ഔട്ട്സൈഡ് ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു കോസ്റ്റ് നമുക്ക് ഒരു സിനിമയിൽ നിന്നും ഇപ്പോൾ ഒരു ബിൽഡിംഗ് പണിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയ്ക്ക് നമുക്ക് പണി തീർക്കാം എന്ന് വെച്ചാൽ സിമെൻറ്റിൻ്റെ വില, കമ്പിയുടെ വില, അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. ഒരു ദിവസം ലേബറിന് എത്ര രൂപ കൊടുക്കണം, ഇത്ര ചാക്ക് സിമെൻറ്റിന് ഇത്ര രൂപ, ഇത്ര കമ്പിക്ക് ഇത്ര രൂപ, അതിൻ്റെ ഫ്ലക്ച്വേഷൻ വരുന്നത് വളരെ കുറച്ചാണ്. പക്ഷേ സിനിമയ്ക്ക് അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടൊരു കോസ്റ്റ് ഇല്ല. ആടിൻ്റെ കോസ്റ്റില്ല വേറൊരു പടത്തിന് അല്ലേ. കാരണം ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ പലതാണ്, പലർക്കും പല റെമ്യൂണറേഷനാണ്. ഇന്ന് ഒരു ആർട്ടിസ്റ്റ് ചോദിക്കുന്ന റെമ്യൂണറേഷൻ അല്ല നാളെ പുള്ളി ചോദിക്കാൻ പോണത് അല്ലേ. സെയിം ഫ്രാഞ്ചൈസി നമുക്കിപ്പം ഇപ്പോൾ ഇന്ന ആളെ ഈ സിനിമയിലെടുത്തു, ഇത്ര റെമ്യൂണറേഷൻ കൊടുത്തു, നാളെ അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പുള്ളിയാണ് തീരുമാനിക്കുന്നത്, പുള്ളിയുടെ റെമ്യൂണറേഷൻ്റെ. അപ്പോൾ ആർട്ടിസ്റ്റ് കോസ്റ്റ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് അനുസരിച്ച് അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ചെയ്യേണ്ട റോൾ അനുസരിച്ച് അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ടെക്നീഷ്യൻ കോൺസ് ഒരു ക്യാമറാമാന് 20 രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപയെന്ന് പറഞ്ഞിട്ട് ഫിക്സേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ക്യാമറാമാന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ല വേറെ, എഡിറ്റർമാർക്കും സെപ്പറേറ്റ് ആണ്. അപ്പം നമുക്ക് ഒരു സിനിമയുടെ കോസ്റ്റ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല, അത് ഫ്ലക്ച്വേറ്റഡ് ആണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഓക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇന്ന ടെക്നീഷ്യൽ കോസ്റ്റ് എല്ലാം നമ്മൾ എടുത്തു, അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ റെൻറ്റ്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒത്തു വരണം. ഇതെല്ലാം കൂടെ ഒത്തു വന്നു കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഈ കൃത്യം ഇത് ഇത്രയും ദിവസത്തിൽ തന്നെ തീരുന്നു എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻഡാണ്. ഈ മഴയെ ഡിറ്റർമിൻഡാണ്. എന്തെങ്കിലും ഒരു വല്ല സൈക്ലോണോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഇതൊക്കെ വരാം അല്ലേ. ഒരു ദിവസം ഒരു ഓൾ ഇന്ത്യ ബന്ദ് വന്നാൽ തന്നെ നമുക്ക് ഒരു ദിവസത്തെ കോസ്റ്റ് മാറിപ്പോവാണ്. എല്ലാവരും വിജയുടെ മനസ്സിലാണ് എല്ലാവരും വളരെ സേഫാണ് നോക്കുന്നത്. അതെ. അപ്പം അതുകൊണ്ടാണ് സിനിമ കോസ്റ്റ് ഇത് തന്നെ ഭാഗ്യം എന്നുള്ളത്. റിലീസ് ചെയ്യുന്ന ടൈം കറക്റ്റ് ആയിരിക്കണം, എല്ലാം അതുകൊണ്ടാണ്. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് തന്നെ, നമ്മൾ ഒരു വർഷത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കൊണ്ട് റിസൾട്ട് വരുന്ന ലോകത്തിൽ വേറെ ഒരൊറ്റ ബിസിനസ്, ഫ്രൈഡേ ഒരു ദിവസം ആണ് ഇത് തുറക്കുന്നത്. ലോകത്തിൽ ഒരൊറ്റ ബിസിനസ്സേ ഉള്ളൂ അങ്ങനെ, പടക്കത്തിൻ്റെ ക്രാക്കേഴ്സ് ബിസിനസ്. അത് ഒരു വർഷം മുഴുവൻ ദീപാവലിക്ക് ഇത് പൊട്ടിക്കുന്നു. അപ്പം നമ്മൾ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, സിനിമ അതുപോലെ തന്നെ ഒരു വർഷം ഫുള്ള് പണിയുന്നു, ഇത് പൊട്ടിക്കുന്നു. ചിലത് ചീറ്റിപ്പോവും, ചിലത് നല്ലപോലെ കത്തി നല്ല രസമായിരിക്കും, ചിലത് ആവറേജ് ആയിട്ട് പൊട്ടിയൊക്കെ പോകും, ചില നല്ല പൊങ്ങി നല്ല രസമായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ ആദ്യമായിട്ടാണ് സിനിമ പടക്കമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണ് സിനിമ. അതുകൊണ്ട് അതിൽ ഒരുപാട് ഭാഗ്യം നമുക്ക് വേണം. ഇപ്പം ഞാൻ നേരത്തെ ഈ കഥ പറഞ്ഞ പോലെ നമ്മൾ ആ കോൾ എടുക്കുകയാണ്. ഇത് ഇന്ന 19-ാം തീയതി വെറുതെ അല്ലല്ലോ, ഇത് ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇറക്കി കഴിഞ്ഞാൽ ഒരു സിനിമ ഒരു വട്ടല്ലേ ഇറക്കാൻ പറ്റുമോ. അപ്പോൾ ഇത് ഇറക്കി കഴിഞ്ഞിട്ട് ഇത് വർക്കായില്ലെന്നുണ്ടെങ്കിൽ തീർന്നു. നമ്മൾ മാത്രം ഈ പറഞ്ഞവരും ചോദിച്ചവരും ഒന്നും പിന്നെ ഉണ്ടാവില്ല അല്ലേ. അവര് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ് ഇറക്കാൻ, അല്ല ചേട്ടനും കൂടെ പറഞ്ഞില്ലേ ഇറക്ക് മാറ്റണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയും പക്ഷെ വിജയേട്ടാ, നിങ്ങൾ ഈ സ്റ്റാർസിനെ വെച്ചോ ഇല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റിയുടെ വെച്ചിട്ടോ നിങ്ങൾ ബെറ്റ് കെട്ടുന്നതൊക്കെ നോക്കി ഒരു ആവറേജ് മാർക്കറ്റ് വാല്യൂ ഉള്ള, ഞാനൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ കണ്ടന്റ് വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ കണ്ടന്റിൽ ആദ്യം നോക്കുന്ന സ്ക്രിപ്റ്റാണ്, ആ സ്ക്രിപ്റ്റിൽ വിശ്വസിക്കുന്നു, ആ പ്രോഡക്റ്റിൽ വിശ്വസിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ എടുക്കുന്നു. നമ്മുടെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ റെപ്യൂട്ടേഷൻ കണ്ടിട്ട് നമ്മൾ ആദ്യം തൊട്ടേ അങ്ങനെയുള്ള കണ്ടന്റ് റിലേറ്റഡ് സിനിമകൾ എടുത്തു വന്നിട്ടുണ്ട്. ഫ്രൈഡേ ഫിലിം ഹൗസ് ഉണ്ടാക്കുന്ന സിനിമകളിൽ വിശ്വസിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. ഓക്കെ, ഇവർ എന്തോ കൊണ്ടുവരുന്നുണ്ട്, അത്യാവശ്യം എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവും, മോശമാവാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു ഇനിഷ്യൽ നമ്മൾ എന്തിനാണ് ഒരു ആർട്ടിസ്റ്റിനെ എടുക്കുന്നത്, ഒരു ആർട്ടിസ്റ്റിനെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അത് അവർ ക്രൗഡ് പുൾ, അതായത് ഫസ്റ്റ് ഡേ ഇനിഷ്യൽ, ആ ഇനിഷ്യൽ എന്ന് പറയുന്ന ഇതിനാണ് ആ ക്രൗഡ് പുൾ. മാക്സിമം ക്രൗഡ് പുള്ളേഴ്സിനാണ് നമ്മൾ മാക്സിമം പൈസ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ എടുക്കുമ്പോൾ രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ പടം എബോ ആവറേജ് ആണെങ്കിൽ പോലും അതങ്ങ് ടേക്ക് ഓഫ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ആരാണോ ഏറ്റവും കൂടുതൽ ആളുകളെ തിയേറ്ററിൽ കൊണ്ടുവരാൻ ഈ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കൊണ്ടുവരുന്ന അതിനനുസരിച്ചാണ് അവരുടെ റവന്യൂ അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഏത് സ്റ്റാർ ആണെങ്കിൽ കൂടെ പടം മോശമാണെങ്കിൽ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ വാഷ് ഔട്ടുമാണ്. നമ്മൾ കണ്ടന്റ് സിനിമകൾ എടുത്ത് ആൾ പ്രൂവൻ ചെയ്തതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സിനിമകൾക്ക് ആ ഒരു പരിധി വരെ ഇനിഷ്യൽ നമുക്ക് കിട്ടാറുണ്ട്.
ഓക്കെ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു signature ഇപ്പോൾ ബാലാട്ടി എന്ന് പറയുന്ന സിനിമ ഡോഗ്സിനെ വെച്ചാണ് എടുത്തിരിക്കുന്നത്. അതിനെ പോലും നമുക്ക് ഫസ്റ്റ് ഡേ ആൾ കയറുന്നു, അത് കാണുന്നു എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ ആ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ആർട്ടിസ്റ്റ് എന്നാൽ നമുക്ക് സെലബ്രിറ്റിക്കും ഒക്കെ ആർട്ടിസ്റ്റിന് ആവശ്യമാണ്, നമുക്ക് നോൺ സ്റ്റാർസിന് ആവശ്യമാണ്. അപ്പം അതിനൊരു മിക്സ് ചെയ്തിട്ട് ബാലൻസ് ചെയ്തിട്ടുള്ള കറക്റ്റ്. കാരണം നമുക്ക് ചില സിനിമകൾ നമ്മൾ ആർട്ടിസ്റ്റ് ഡേറ്റ്സിന് വേണ്ടി വർഷങ്ങളോളം വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, മാസങ്ങളോളം വർഷങ്ങളോളം വെയിറ്റ്. അങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല ഞാൻ. ഒരു സിനിമയ്ക്ക് അത് ചെയ്യാനൊരു ടൈമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ സ്ക്രിപ്റ്റിനൊരു ഷെൽഫ് ലൈഫുണ്ട്. അത് ചിലപ്പം നമ്മൾ കുറേ നാൾ വെച്ച് കഴിയുമ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ റെലവൻസ് അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് എക്സ്പയർ ആവും. അങ്ങനെ ചെയ്യുന്ന സിനിമകൾ ചിലപ്പോൾ ഒരുപാട് പരാജയപ്പെടാറുണ്ട്. നമ്മൾ ഇരുന്നിട്ട് ചെയ്യുന്ന സിനിമകൾ ഞാൻ ഇപ്പോൾ കോവിഡിന് മുമ്പ് എടുത്ത ഒരു സ്ക്രിപ്റ്റ് അതിന് ശേഷം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം അത് കാലം അത് പോയി, എന്നാലും അഡ്വാൻസ് കൊടുത്തതാണ്, അത് ഒരു കോള് അത് ചിലപ്പോൾ വർക്കാവണമെന്നില്ല, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം ഈ ഷെൽഫ് ലൈഫ് നോക്കിയിട്ട് ഇപ്പോൾ ഹോം എന്ന് പറയുന്ന സിനിമ ഞാൻ കൺസീവ് ചെയ്യുമ്പോൾ കോവിഡ് സമയമാണ്. ഇത് കുറേ നാൾ മുമ്പ് എടുത്തു വെച്ചിരുന്ന ഒരു തോട്ടാണ്. അത് കോവിഡ് ആയിരുന്നപ്പോൾ നമ്മളെല്ലാം ഡിജിറ്റൽ അഡിക്ഷൻ അല്ലെങ്കിൽ എല്ലാവരും ഗാഡ്ജറ്റ്സിൽ അഡിക്റ്റായിരിക്കുന്നു, ബന്ധങ്ങൾ കുറയുന്നു. ഒരു വീട്ടിൽ തന്നെ ചെറിയ വീട് പോലും എന്തോ ഒരു വലിയ. അപ്പം അതിന് കറക്റ്റ് ടൈം ആ സമയത്ത് ചെയ്യണം അല്ലേ. അപ്പോൾ അന്ന് ഇന്ദ്രൻ ചേട്ടനാണ് അതിന് ആപ്റ്റ് എന്ന് തോന്നി നമ്മൾ ഇന്ദ്രൻ ചേട്ടൻ വെക്കുന്നു. ഉർവശി ചേച്ചിയാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഉർവശി ചേച്ചി ആ സമയത്ത് ചെന്നൈയിൽ സ്റ്റക്കാണ്. അപ്പോൾ ആദ്യം വെച്ചുകൊണ്ടിരുന്ന ഓക്കെ വരട്ടെ എന്ന് പറഞ്ഞു. അന്ന് നമ്മൾ മഞ്ജു പിള്ളയെ വെച്ച് അത് ചെയ്തു. അന്ന് മഞ്ജു അത് ചെയ്യാൻ തയ്യാറാകുന്നു, മഞ്ജു വരുന്നു, ചെയ്യുന്നു. ആ സമയത്ത് അത് ഇറക്കിയപ്പോഴാണ് ഹോമായി മാറുന്നത്. നമുക്ക് നമ്മുടെ സൊസൈറ്റി ഉള്ള അപ്പോഴത്തെ മൂഡ് എന്താണോ അതും നമ്മുടെ സിനിമേൻ്റെ സക്സസ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ ആ സമയത്ത് തന്നെ ചെയ്യണം. അത് പിന്നെ ഓക്കെ എല്ലാം ഒത്തുവരട്ടെ, ഇത് കഴിയട്ടെ, നമുക്ക് പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അന്ന് കണ്ട ആവണമെന്നില്ല ഇന്ന്. അതുകൊണ്ടാണ് നമ്മൾ ആപ്റ്റായിട്ടുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് നമുക്കപ്പം നമ്മളിപ്പം ഒരു സിനിമ നമ്മൾ എടുക്കുമ്പോൾ പടക്കളം എന്ന് പറയുന്ന സിനിമ ആദ്യം ചെയ്യുമ്പം നമ്മൾ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്താണ് പറഞ്ഞത്. പക്ഷേ ഒരു കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടത് കാരണം പുള്ളിയുടെ കമ്മിറ്റ്മെൻറ്റ്, പുള്ളിയുടെ മിസ്റ്റേക്ക് അല്ല, ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവാം. പക്ഷേ ഇത്രയും കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ നമ്മളപ്പം സന്ദീപിനെ വെച്ച് അത് ചെയ്യാമെന്ന്. ആ സിനിമ ചെയ്തു, അത് റിലീസായി, അത് വർക്കാവുന്നു. അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ ഒരുപാട് ചിലപ്പോൾ ഫാൻറ്റസി ജോണറിലുള്ള വേറെ സിനിമകൾ വരാം, ഫാൻറ്റസിയിൽ വരും. ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഡയറക്ടറിൻ്റെ എത്രയോ നാളത്തെ കഷ്ടപ്പാടാണ് ആ സ്ക്രിപ്റ്റ് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. മാർക്കറ്റ് വാല്യൂ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് വാല്യൂ നോക്കി വെയിറ്റ് ചെയ്ത് അവസാനം ഒരു സുപ്രഭാതത്തിൽ വേറൊരു സാധനം ഇതുമായിട്ട് ലിങ്ക് ഉള്ളത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റ് മാറിപ്പോയി. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ പ്രൊഡ്യൂസർ എടുക്കുമ്പോൾ അവർക്കും അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു സിനിമ എനിക്ക് എക്സൈറ്റഡ് ആയാൽ ആദ്യം ഒബ്വിയസ്ലി നമ്മൾ മാർക്കറ്റ് വാല്യൂ നോക്കി ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകും. പക്ഷേ അവരുടെ ഡേറ്റ് അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്യാറില്ല. നമ്മൾ പിന്നെ അത് ഏറ്റവും അതിന് ആപ്റ്റായിട്ടുള്ളവർ വെച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒന്നിനും വെയിറ്റ് ചെയ്യാറില്ല. പാൻ ഇന്ത്യൻ സിനിമാസൊക്കെ പ്രതീക്ഷിക്കാം. നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് പാൻ ഇന്ത്യ പോകണമെന്നുള്ള രീതിയിലാണ്. ചിലത് ഈ പറഞ്ഞ പോലെ ഇവിടെ തന്നെ ഒതുങ്ങും, ചില ട്രാവൽ. ഇപ്പം അങ്കമാലി ഡയറീസ് എന്നുള്ള സിനിമ ഇവിടെ നമ്മൾ മോർ ലോക്കൽ ഇസ് മോർ ഇൻ്റർനാഷണൽ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതേപോലെ അങ്കമാലി ഡയറീസ് ഇവിടുത്തെ അങ്കമാലിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞു, പക്ഷേ അത് എവിടെയൊക്കെ ട്രാവൽ ചെയ്തു. അപ്പോൾ അതേപോലെ നമ്മൾ ഓരോ സിനിമ കേരളത്തിൽ മലയാള സിനിമ ചെയ്യുമ്പോഴും അത് പാൻ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെടട്ടെ. എന്നിപ്പോൾ ഹോം എന്ന് പറയുന്ന സിനിമ പാൻ ഇന്ത്യ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്, നാഷണൽ അവാർഡ് വരെ കിട്ടിയ സിനിമയാണ്. സൂഫിയും സുജാതയും ഇതേപോലെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. ഇപ്പോൾ ആടും നമ്മുടെ മലയാളത്തിൻ്റെ ഫ്രാഞ്ചൈസിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ റിവ്യൂസ് നോക്കുകയാണെങ്കിൽ പഞ്ചാബിലിരുന്നുകൊണ്ട് ഇതിനെ റിവ്യൂ ചെയ്യുന്നുണ്ട്. ആട് 3 ഇറങ്ങിയതിന് ശേഷം യൂട്യൂബിലുള്ള ആട് 2ൻ്റെ റീച്ച് എവിടെയോ പോയി കിടക്കുന്നു. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരത് കണ്ടിട്ടുണ്ട് വീണ്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഇനി അത് കഴിഞ്ഞിട്ട് ആട് 2 സബ്ടൈറ്റിലൂടെ ആട് 3 പോയി കാണുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ സിനിമയും പാൻ ഇന്ത്യ പാൻ സൗത്ത് എന്നല്ല, നമ്മളൊരു സിനിമ ഉണ്ടാക്കുന്നത് അത് ഇന്ത്യ ലെവലിൽ തന്നെ ചർച്ച ചെയ്യണം. മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസിലുണ്ടോ? വരും, ഇനിയും വരണം. നമുക്ക് താങ്ക് യു സോ മച്ച്. നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോവാം. അതെന്ത് വെടിവെക്കും?
ഇടയ്ക്കിടയ്ക്ക് ഷർബത്ത് ഷമീർ വരും, ഒന്നും തോന്നരുത്. പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിലുള്ളൊരു ഹാങ് ഓവറാണ്. നമുക്കൊരു 5 ക്വസ്റ്റ്യൻ ടപ്പ് എന്ന് പറഞ്ഞാൽ തീർക്കാം. അത് എഡിറ്റിൽ നിങ്ങൾ ടപ്പെന്നാക്കിയാൽ മതി, ഞാൻ ആലോചിച്ചിട്ട് പറയാം. 1 word for മലയാളം സിനിമ. കണ്ടന്റ്. 1 ഡ്രീം റോൾ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണ്. അത് ഒരുപാട് അങ്ങനെ ഡ്രീം റോൾ അങ്ങനെ ഒന്നും ആക്ടറായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. I want to be known as a good actor. Add in 1 word. Fun. Success or peace? Both. Fame or freedom? Both. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ആൻസർ പറഞ്ഞത്. താങ്ക് യു. മതി, എന്നാ പിടിച്ചോ. 1 wordല്ല. സി, ഇതിനകത്ത് ഒരു വളരെ ജോവിയൽ ജോണർ എന്ന് പറയുന്നത് ബേസിക്കലി റിസ്ക് എടുക്കുന്നത് കൊണ്ടായാലും, ഇല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടാവാം, ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാവാം, യു ഫോൾ ഇൻ ടു ലൈക്ക് ബേസിക്കലി ഒരുപാട് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള അറ്റാക്സ് ഉണ്ടാവാം. എൻ്റെ ചോദ്യം, മലയാളികൾ താങ്കൾ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആണ്. കാരണം താങ്കൾ കൊടുത്തിട്ടുള്ള സിനിമകളും സാധാരണക്കാരുമായിട്ട് അതേപോലെ ഇല്ല, അങ്ങനെ പറയാം. എന്നിട്ടും എന്ത് ആ പ്രതിസന്ധി കഴിയുമ്പോൾ കൂടെ നിൽക്കും. നമ്മൾ ക്രിറ്റിസിസം ഞാൻ എടുക്കാറുണ്ട്. പിന്നെ നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇല്ലാണ്ടാവുകയാണ്. നമ്മളിപ്പം നമ്മുടെ ഇമേജാണ്, നമ്മുടെ പബ്ലിക് ഇമേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഇമേജ് കറക്റ്റ് ചെയ്യപ്പെടും. അപ്പം അങ്ങനെ നമ്മൾ ആരാണോ അത് സ്ലോലി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ നമ്മുടെ ഇമേജ് അതാണ്. ഇപ്പം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അഭിനയിക്കുകയാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു പരിധി വരെ അല്ല. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന നമ്മളല്ല. നമ്മൾക്ക് വേറൊരു വ്യക്തിത്വമുണ്ട്, എല്ലാവർക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് എല്ലാം. അപ്പം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു. ആരുടെയും മുഖത്തടിച്ച് പറയാനുള്ള കാര്യം ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ പോലും പണ്ട് പറഞ്ഞ പോലെ ഒന്നും നമുക്ക് വർത്താനം പറയാൻ പറ്റില്ല. അത് പറ്റില്ല. നമ്മൾ പല ഫാക്ടേഴ്സും ആലോചിക്കേണ്ടി വരും അല്ലേ. നമ്മൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ പലത് ഓപ്പണായിട്ട് ചിലപ്പം നമ്മൾ വർത്താനം പറഞ്ഞു. ഇപ്പം ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് ഇൻ്റർവ്യൂ ആണ്. ചില ഇൻ്റർവ്യൂസിലൊക്കെ പല പൊളിറ്റിക്കലി അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ അത് പറയാനായിട്ട് ധൈര്യപ്പെടുന്നില്ല ആരും. കാരണം വി ഹാവ് ടു കീപ്പ് അവർ ഇമേജ്, വി ഹാവ് ടു കീപ്പ് അപ്പ് അവർ ഇമേജ്. അപ്പോൾ അതിനെ ചുണ്ടാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഇപ്പോൾ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിനകത്തും ക്രിറ്റിസിസം വരികയും ഏതെങ്കിലും ഒരു സിനിമ എന്തെങ്കിലും മോശമായിപ്പോയി നമ്മൾ അതേപോലെ വലിച്ച് കീറുകയും ചെയ്യും. അതുകൊണ്ട് വി ആർ വെരി യൂസ് ടു ഇറ്റ് നോ. അപ്പോൾ അത് നമ്മളിപ്പോൾ അഫക്റ്റ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ മെസ്സേജുകളൊന്നും നമ്മൾ പ്ലാസ്റ്റിക് ആവും. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ആവുന്നു. നമ്മൾ ഓടിച്ചൊക്കെ ഒന്ന് നോക്കും. പോസിറ്റീവ് ക്രിറ്റിസിസം നമ്മൾ എടുക്കാറുണ്ട്, ഹെൽത്തി ക്രിറ്റിസിസം നമ്മൾ എടുക്കും. അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ ശരിയാണല്ലോ എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ റിവ്യൂ വരുമ്പോഴും അത് ഞാൻ അത് ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അത് ഓക്കെ മേ ബി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ അടുത്തതിൽ കറക്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. But socially you have contributed good number of movies actually to the Malayalam as well as to the Indian film industry. Are you planning to move to Tamil, Hindi, or you're just clinging on to? ഞാൻ തൽക്കാലം മലയാള സിനിമ എന്നുള്ള രീതിയിൽ എൻ്റെ മലയാള സിനിമയെ ഗ്രേറ്റർ ഹൈറ്റ്സിലേക്ക് നല്ല കണ്ടന്റ് ഉണ്ടാക്കി ഇതിലൂടെ തന്നെ ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഭാഷ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, എല്ലാ ലാംഗ്വേജും എല്ലാവരും കാണുന്നുണ്ട്. അപ്പം നമ്മുടെ മലയാള സിനിമ നല്ല കണ്ടന്റ് എടുത്തത് നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട് അതിന് ഒരു അങ്ങനെ റീച്ച് കിട്ടണം. ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഹോളിവുഡിൽ അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ആരെങ്കിലും വിളിക്കണ്ടേ? ഞാൻ ഇന്ത്യയുടെ കാര്യമാണ്. ഹോളിവുഡിലേക്കാണ് നോക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇംഗ്ലീഷിൽ സബ് ടൈറ്റിൽ ഇട്ടെങ്കിലും ഇദ്ദേഹത്തിന് ഹോളിവുഡിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഞങ്ങളൊരു ചെറിയ മെമെൻറ്റോ പ്ലാൻ ചെയ്തു. കാരണം മിനി മോട്ടിഫ് എന്ന് പറയുന്ന ഒരു ചെറിയ സംരംഭം അത് ആക്ച്വലി ചെയ്യുന്നത് നമ്മളൊരു സുഹൃത്ത് രജനീഷാണ്. ഈസ് ഫ്രം കരുനാഗപ്പള്ളി. അപ്പം ആട് 3യുടെ പ്രത്യേകിച്ചും ആടിൻ്റെ ഒരു വലിയ ആരാധകനാണ്. അപ്പം ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് one of a kind ആണ്. So please. ഹാൻഡ് ക്രാഫ്റ്റ് ഇത് മറ്റെടുത്ത് നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്ത് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് മെഷീൻ കട്ടൊന്നുമല്ല. വെരി നൈസ്. ഇത് ഒരെണ്ണേ ഉള്ളത്. ഇത് വിൻറ്റേജ് ആണ്, മാസ്റ്റർ പീസ് ആണ്. ഇത് ഡെഫിനറ്റ്ലി എൻ്റെ ഷെൽഫിൽ എൻ്റെ
പല അവാർഡ്സിൻ്റെ കൂടെ ഇത് ഞാൻ വയ്ക്കും. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി, ആടിൻ്റെ മെമൻറ്റോ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ ഇതൊരു വൺ ഓഫ് ദ ഐഡിയാസ് ആണ് എന്നുള്ള അല്ലേ. ഇതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേർട്ടസി ഞാൻ അദ്ദേഹത്തിന് പുള്ളിയും കൊല്ലത്തുള്ള ആണോ? സന്തോഷം. കൊല്ലത്തുള്ള ഞങ്ങളെ വെരി ബ്യൂട്ടിഫുൾ. I'll keep cherish this. I'll keep this as the first memento received for the success of art. ആ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ നോക്കണം, അത് ഹാങ് ചെയ്തിരിക്കുകയാണ്. മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ രജനീഷ് ഇത് എൻ്റെ അടുത്ത് ഞങ്ങൾക്ക് മിനി മോട്ടിഫ് എന്ന് പറഞ്ഞ ബിസിനസ്സുണ്ട്. അപ്പോൾ വിൻറ്റേജ് കാർസ് ഹാൻഡ് ക്രാഫ്റ്റഡ്. അപ്പോൾ അടുത്ത മമ്മൂക്കയ്ക്ക് ഒരു കാർ ചെയ്ത് കൊടുക്കാം ഈ സോഴ്സ്, പിന്നെ ജുദുർക്ക്. അപ്പം ക്രാഫ്റ്റഡ് കാർസാണ്, വേറെ പുറത്ത് ആർക്കും ഇല്ല. ആ കൊടുക്കുന്ന കാർ ഒരെണ്ണേ കാണും, ഇനി ഇതിനൊരു കോപ്പി ഇല്ല. നൈസ്. I'll keep it. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സന്തോഷം. രജനീഷ് എന്താണ് ചോദിക്കാനുള്ളത്? അപ്പം ഇതേ കണക്കത്തെ കാസ് നമ്മൾ പ്രസൻറ്റ് ചെയ്തത് ആടിനോടുള്ളൊരു പ്രണയവും മാത്രമല്ല, കൊല്ലത്ത് നിന്നും നമ്മളോടൊപ്പം ഇനി നമ്മളെക്കാൾ മുമ്പേ യാത്ര ചെയ്ത് തുടങ്ങി നമുക്കെല്ലാവർക്കും ഈ പറയുന്ന വിജയ് ബാബു എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു വാല്യൂ ആഡ് ചെയ്യണം. അതെ, വെരി ബ്യൂട്ടിഫുൾ. സോഷ്യൽ മീഡിയയിൽ ഞങ്ങളിതിപ്പം കത്തിച്ച് ആട് 3 വൻ ഹിറ്റാവണം ഈ വണ്ടി. അതെ, ഓക്കെ, ഇതോട്ട് വെച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അത് വളരെ നല്ലൊരു കോൺവെർസേഷനാണ്. പ്രത്യേകിച്ചും ഈദിൻ്റെ കൂടെ തന്നെ ആട് 3 സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മളുടെ ഒരു കംബാക്ക് ആണ് അല്ലേ. യു ഹാവ് ഗോൺ ത്രൂ ടഫസ്റ്റ് ഫേസസ്. ഹൗ ഡു യു ഹാൻഡിൽ യുവർ ടഫസ്റ്റ് ഫേസസ്? യു സ്മൈൽ അറ്റ് ഇറ്റ് ഓർ യു ജസ്റ്റ് ഗോ ബാക്ക്? ടേക്ക് ഇറ്റ് വെരി ഈസി. എനിക്ക് സ്ട്രെസ്സ് അങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് വരാറില്ല. ജസ്റ്റ് ഹാൻഡിൽ ഇറ്റ്. You just face it. And you are ready. So എന്താണ് ഇനി പ്രേക്ഷകരോട് ഈ ഒരു ദിവസം? അല്ല, ആട് 3 ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന മലയാളികൾക്ക്, അല്ല ആടിനെ സ്നേഹിക്കുന്നവർക്ക്, ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് 1000 നന്ദി. ഞങ്ങൾ വലിയൊരു ഫ്രെയിം മാഗ്നിറ്റ്യൂഡിൽ, വലിയൊരു ബഡ്ജറ്റിൽ, വലിയൊരു ക്യാൻവാസിൽ ഒരു ഡിഫറെൻറ്റ് ജോണറാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റിനെ സ്വീകരിച്ച എക്സ്പെരിമെൻറ്റ്സ് എന്നും മലയാളികൾക്ക് ഇഷ്ടമാണ്. അപ്പം ഇനി അതിൻ്റെ പാർട്ട് 2 ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ഒരു വലിയ മോട്ടിവേഷനാണ് അത്. ഇതിൽ നിന്നും ഒരുപാട് സജഷൻസ്, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഉൾക്കൊള്ളിച്ച് സജഷൻസ് ആയിരിക്കും നമ്മൾ പാപ്പന അടുത്ത പ്രാവശ്യം അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് പ്ലാൻ. ഒരുപാട് സന്തോഷം. ഇത് ഉടനെ തന്നെ കാണും. ഈ തീരുമാനിച്ചില്ല. ഒരുപാട് സന്തോഷം ഫോർ ബീയിങ് ഹിയർ. ദിസ് ഈസ് ഷൈൻ വിത്ത് നളൻ. ഇതൊരു ജസ്റ്റ് ജനറൽ ടോക്കാണ്. അടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കൂടാം. താങ്ക് യു സോ മച്ച് ബ്രദർ. താങ്ക് യു. People who win in life never played safe. Today's conversation was not just about cinema. It was about risk, resilience and comeback. This is Shine with Nalan with Vijay Babu. See you in our next episode. Bye-bye.